2025 ഫെബ്രുവരി മാസവും ഈ ദേശത്തിൽ ഒരു കൺവെൻഷൻ ക്രമീകരിപ്പാൻ ദൈവം ഒരിക്കലും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിലെ സഹോദരനെയും കുടുംബമായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തിൽ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ 2025 പുതിയ വർഷം ഈ കുടുംബത്തിൽ ഒരു വിടുതലായി മാറട്ടെ. ഈ ദേശത്തിൽ ഒരു വിടുതലായി മാറട്ടെ. 2025 അത്ഭുതത്തിന്റെ വർഷമായി, സമാധാനത്തിന്റെ വർഷമായി, സന്തോഷത്തിന്റെ വർഷമായി, വിടുതലിന്റെ വർഷമായി, മാറ്റത്തിന്റെ വർഷമായി മാറട്ടെ. ഹല്ലേലൂയ. വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്ന ഒരു വർഷമായി മാറട്ടെ. കണ്ണുനീരുകളെ മാറ്റി ആനന്ദമാക്കി മാറ്റുന്ന ഒരു പുതിയ വർഷമായി മാറട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിന്റെ 7-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 11 വാക്യം മുതൽ വായിക്കാം. അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ ഒരു മകന്റെ മരണത്തിൽ അമ്മയും സ്വത്രം വേദനിച്ച് കണ്ണുനീരോടെ വിലാപ യാത്രയായി പോകുമ്പോൾ അവിടെ അതാ ഒരുവൻ ഇറങ്ങി വന്നു. വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന, കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുന്ന, അസ്വസ്ഥതകളെ മാറ്റി സ്വസ്ഥത കൊടുക്കുന്ന ഒരു രാജാവ് അവിടെ ഇറങ്ങി വന്നു. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആ യേശു ഇന്ന് ഈ ദേശത്തും ഈ ശബ്ദ പരിധിക്കുള്ളിലും വന്യശ്രോതാവെ താങ്കളുടെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവം. ഇവിടെ ഇതാ അമ്മയുടെ പൈതൽ നഷ്ടപ്പെട്ടു പോയി. വിലാപത്തോടെ സ്വത്രം അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ യേശു കർത്താവ് അവിടെ വന്നു. മഞ്ചം തൊട്ടു. ആ സഹോദരിയുടെ കണ്ണുനീര് യേശു കണ്ടു. അവളോട് പറഞ്ഞ് കരയണ്ട. യേശു ക്രിസ്തു മഞ്ചം തൊട്ടു. സ്വത്രം ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ സ്വത്രം ബാല്യക്കാരൻ ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. ആമേൻ. വിലാപ യാത്ര വിലാപത്തോട് കൊണ്ട യാത്രയാണ്. പക്ഷെ തിരിച്ചു പോയപ്പോൾ അവർ നൃത്തത്തോടെ പോയി. ഹല്ലേലൂയ. പെട്ടി വലിച്ചെറിഞ്ഞ് മരിച്ച ബോഡിയല്ല, പിന്നെ നടന്നോടി വീട്ടിലേക്ക് പോയി. അങ്ങനെങ്കിൽ ഇന്ന് ചത്ത അവസ്ഥയിലിരിക്കുന്ന ജീവിതങ്ങളെ, പാപത്തിൽ ചത്ത ജീവിതത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ടാണോ ഈ ഗ്രൗണ്ടിൽ, ഈ ദേശത്തിൽ, ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്നത്? മാന്യശ്രോതാവേ, സ്വത്രം വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ദൈവം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, തത്വത്തിൽ മുദ്രയായവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, സർവശക്തൻ, ആരംഭവും അവസാനമായിട്ടുള്ള യേശു ഈ ദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ, കണ്ണുനീരിന് മറുപടി തരുവാൻ, നിലവിളിക്ക് മറുപടി തരുവാൻ. നീ വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം ഇത് കേട്ടോണ്ടിരിക്കുന്നത്. ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി നിന്റെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. യേശു തന്നെ സുവിശേഷം. എന്താണ് സുവിശേഷം? സ്വത്രം നമുക്ക് 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വചനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? വായിച്ചേ. സ്വത്രം യേശുവാണ് സുവിശേഷം. ആ യേശു, വിലാപത്തെ നൃത്തമാക്കി മാറ്റിയ യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. സാരഭാത്തിലെ വിധവയുടെ വീട്ടിനകത്ത് ഇറങ്ങിച്ചെന്ന് അത്ഭുതം ചെയ്ത യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. നയീനിൽ മാത്രമല്ല ഇറങ്ങിയത്. യേശു എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതം നടന്നു, അവിടെയെല്ലാം വിടുതൽ നടന്നു. അതേ യേശു ഈ ദേശത്ത്, ഈ ശബ്ദ പരിധിക്കുള്ളിലും ആ യേശു വന്നിട്ടുണ്ട്. എന്തിനറിയാമോ? അത്ഭുതങ്ങളെ ചെയ്യുവാൻ, അതിശയങ്ങളെ ചെയ്യുവാൻ, കണ്ണുനീര് ഒപ്പുവാൻ, ഞരക്കം മാറ്റുവാൻ, വേദന മാറ്റുവാൻ, പ്രതികൂലങ്ങളെ ഉടയ്ക്കുവാൻ, പ്രശ്നങ്ങളെ ഉടയ്ക്കുവാൻ, കഷ്ടപ്പാടുകളെ മാറ്റുവാൻ, പാപത്തെ കഴുകിക്കളയുവാൻ അധികാരമുള്ള ഒരുവൻ. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും തത്വത്തിൽ മുദ്രയുമാകുന്ന യേശു ക്രിസ്തു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. എന്താണ് സുവിശേഷം? സുവിശേഷം യേശുവാണ് സുവിശേഷം. ഹല്ലേലൂയ. ഈ വേദപുസ്തകം സത്യ വേദപുസ്തകം എന്നാണ് ഇതിന്റെ പേര്. ഹല്ലേലൂയ. ഇതിലുള്ള ഒരു വാക്യം പോലും വ്യത്യാസം വരികയില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ വചനത്തിലുള്ള വേദപുസ്തകത്തിന്റെ വചനത്തിനുള്ളത് ഒരു വള്ളിയോ പുള്ളിക്കോ വ്യത്യാസമില്ല. ആകാശം ചിലപ്പോൾ മാറും, ഭൂമി മാറും, സ്വത്രം മനുഷ്യരെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ മാറിപ്പോകാത്ത ഒന്നുണ്ടെങ്കിൽ ഈ തിരുവചനമേ ഉള്ളൂ. എന്താണ് സുവിശേഷം? സുവിശേഷം യേശുവാണ്. 2 തിമോഥെയോസ് 2-ന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ വായിക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു എന്റെ സുവിശേഷം. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ
യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സ്വത്രം എന്റെ സുവിശേഷം. ഇന്ന് ഈ ദേശത്ത് മരിച്ച യേശുവിനല്ല ഞാൻ പ്രസംഗിക്കുന്നത്, മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് പുറത്തു വന്ന ഒരു യേശുവിനെ അത്രേ പ്രസംഗിക്കുന്നത്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ അധികാരിയായി വിഷമുള്ളതിനെ തകർത്ത് കളഞ്ഞുകൊണ്ട് മൂന്നാം നാൾ റോമക്കാരുടെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന നസ്രയനാകുന്ന യേശുവിനെ അത്രയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ആ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. 2 3 പേർ എന്റെ നാമത്തിൽ ഏക മനസ്സോടെ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഈ ഇതിനകത്ത്, ഈ ഗ്രൗണ്ടിൽ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ദേശത്തിൽ എന്റെ യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 10,000ങ്ങളിൽ സുന്ദരനാകുന്ന യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. സ്വത്രം എന്തിനു വേണ്ടിയാണ് സുവിശേഷം? ഈ ദേശത്ത് എന്തിനു വേണ്ടിയാണ് ഈ സുവിശേഷം വന്നത്? ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം വായിക്കുമ്പോൾ 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ എന്താണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. ഹല്ലേലൂയ. ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശുവാണ് സുവിശേഷം. ആ സുവിശേഷം എന്തിനീ ദേശത്ത് കൊണ്ടുവന്നു? തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, 11-12 വാക്യം വായിച്ചാട്ടെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യരും രക്ഷിക്കപ്പെടാനാണ് ഈ ദേശത്തിന് ഈ സുവിശേഷവുമായി, ഈ കൺവെൻഷനുമായി ഞങ്ങൾ ഇവിടെ വരാൻ കാരണം മറ്റൊന്നുമല്ല. എനിക്ക് ഈ ദേശത്തിലുള്ള ആരെയും എനിക്കറിയത്തില്ല, പക്ഷേ ഈ ദേശത്തിലുള്ള സകലരെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഈ ദേശത്ത് ഞങ്ങൾ അയച്ചതെങ്കിൽ എന്റെ ദൈവം പറയുന്ന, മോനെ മോളെ, സകലരും രക്ഷിക്കപ്പെടാനാണ് ഈ സുവിശേഷം. ഈ ദേശത്തിലുള്ള ഒറ്റ വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകല്ല, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് എന്റെ ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് തീത്തോസിന്റെ അപ്പോസ്തലനാകുന്ന പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, എന്തിനു വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്? സുവിശേഷം കേൾക്കുമ്പോൾ ജനം രക്ഷിക്കപ്പെടും. ആരെല്ലാം സുവിശേഷം കേൾക്കണം? സങ്കീർത്തന പുസ്തകം 49-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സങ്കീർത്തനങ്ങൾ 49-ന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്വത്രം ആരെല്ലാം സുവിശേഷം കേൾക്കണം. വായിച്ചേ. സകല ജാതികളുമായുള്ളവരെ, സകല ജാതികളുമാണ് സുവിശേഷം കേൾക്കേണ്ടത്. കേട്ടോ, ആരാ കേൾക്കേണ്ട സുവിശേഷം? ഹല്ലേലൂയ. ജാതി വർഗ വർണ്ണ ഭേദം ഇല്ലാതെ സകലരും സുവിശേഷം കേൾക്കണം. കേട്ടേ തീരൂ. കാരണം ഈ സുവിശേഷത്തിലാണ് വിടുതൽ. ഈ സുവിശേഷം അത്ഭുതം ചെയ്യും. ഈ സുവിശേഷത്തിൽ ജീവനുണ്ട്. ഈ സുവിശേഷം കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കും. ഇന്ന് ഈ ദേശത്ത് സുവിശേഷമാകുന്ന യേശുവുമായി വരാൻ കാരണം ഒന്ന്, സകലരും രക്ഷിക്കപ്പെടാൻ. ആരൊക്കെ രക്ഷിക്കപ്പെടണം? സകലരും രക്ഷിക്കപ്പെടണം. ഈ സുവിശേഷം ആരൊക്കെ കേൾക്കണം? ജാതി വർഗ വർണ്ണ ഭേദമില്ലാതെ സകലരും കേൾക്കണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷം കേട്ടാൽ എന്ത് കിട്ടും? ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം വചനം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഈ തിരുവചനം കേട്ടാൽ എന്ത് കിട്ടും? വായിച്ചേ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഈ ദേശത്തോട് വിളിച്ചു പറയുക, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അടുത്ത, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആമേൻ. എന്തിനു വേണ്ടി? സ്വത്രം. ഹല്ലേലൂയ. സുവിശേഷം കേട്ടാൽ, യേശുവിനെ കേട്ടാൽ എന്ത് കിട്ടും? സന്തോഷം കിട്ടും. ഹല്ലേലൂയ. യേശു വീട്ടിനകത്ത് വന്നാൽ സന്തോഷമുണ്ട്. യേശു വീട്ടിനകത്ത് വന്നാൽ സമാധാനമുണ്ട്. യേശു വീട്ടിൽ വന്നാൽ ആശ്വാസമുണ്ട്. യേശു കുടുംബത്തിനകത്ത് വന്നാൽ കുടുംബത്തിനകത്ത് സമാധാനമുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എത്രയോ കുടുംബങ്ങളിൽ സമാധാനമില്ല, എത്രയോ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, എത്രയോ കുടുംബത്തിൽ സന്തോഷമില്ല. സ്വത്രം. വൈകുന്നേരം ആകുമ്പോൾ എത്രയോ ഭവനങ്ങളിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ സ്വത്രം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അവസ്ഥ കൊണ്ട് കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, തലമുറകൾക്ക് സ്വസ്ഥതയില്ല, കുടുംബത്തിലെ കുടുംബനാഥന്മാർക്ക് സ്വസ്ഥതയില്ല, മാതാവിന് സ്വസ്ഥതയില്ല, മക്കൾക്ക് സ്വസ്ഥതയില്ല. എത്രയോ ഭവനങ്ങൾക്കകത്ത് അടിയും വെട്ടുമായി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിലുള്ള മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല. ഈ ലോകത്തിലുള്ള സമ്പത്ത് നിനക്ക് സന്തോഷം തരത്തില്ല. ഈ ലോകത്തിലുള്ള പേര് നിനക്ക് സന്തോഷം തരത്തില്ല. ഈ ലോകത്തിലുള്ള ഒന്നും നിനക്ക് സന്തോഷം തരത്തില്ല. സന്തോഷം തരുന്ന ഒന്നേ ഉള്ളൂ, അത് എന്റെ യേശു എന്ന നാമമാണ്. യേശു നിന്റെ വീട്ടിൽ വന്നാൽ
വന്നാൽ, നിനക്ക് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും, മല പോലത്തെ പ്രശ്നം വന്നാലും ശരി, അതിനകത്തൊരു സമാധാനം കാണും. ഹല്ലേലൂയ. എന്തൊക്കെ ഉണ്ടെങ്കിലും, കുടിലായിരുന്നാലും കൊട്ടാരത്തിലായിരുന്നാലും, ജീവിതം കുടിലായാലും കൊട്ടാരത്തിലായാലും വഴിയമ്പലത്തിനകത്തായാലും, ഞാൻ പറയാം, യേശു ഉള്ളതാണ് കൊട്ടാരം. ഹല്ലേലൂയ. നമ്മൾ പറയും സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഭവനം കാണുമ്പോൾ നമ്മുടെ കണ്ണഞ്ചു അല്ലേ? അപ്പോൾ നമ്മൾ ഭയങ്കരപ്പെട്ട ഭവനം. ഞാൻ പറയാം, 4 ഓലക്കീത് വലിച്ചു കെട്ടിയ വീടായാലും അതിനകത്ത് രാജാവാകുന്ന യേശു ഉണ്ടെങ്കിൽ, ഞാൻ പറയാം, അതാണ് കൊട്ടാരം. യേശു വസിക്കുന്ന ഭവനം കൊട്ടാരം. അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സ്വസ്ഥതയുണ്ട്, അവിടെ ആശ്വാസമുണ്ട്, അവിടെ ധൈര്യമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ സുവിശേഷമാകുന്ന യേശു താങ്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകങ്ങളിൽ സ്വർഗത്തിലെ യേശുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, പുസ്തകം ബൈബിൾ, ഒരുപാട് ബൈബിൾ വീട്ടിനകത്തുണ്ടായിരിക്കാം. സ്വത്രം പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം, സ്വത്രം പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ആളായിരിക്കാം, വചനം കേൾക്കാൻ ആഗ്രഹമുള്ള ആളായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ ഭവനത്തിനകത്ത്, താങ്കളുടെ ഹൃദയത്തിനകത്ത് യേശു വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ 5000 വേദപുസ്തകം വീട്ടിനകത്ത് അടുക്കി വെച്ചാലും, എല്ലാ ദിവസവും പള്ളി പോയാലും, എന്തെല്ലാം ചെയ്താലും യേശു അകത്ത് വന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനം? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യേശു അകത്ത് വന്ന ആളിനെ കണ്ടാൽ അറിയാം. അയാളുടെ കണ്ണ് കണ്ടാൽ അറിയാം, അയാളുടെ നടപ്പ് കണ്ടാൽ അറിയാം, അയാളുടെ ഭവനത്തെ കണ്ടാൽ അറിയാം, അയാളുടെ സ്വഭാവം കണ്ടാൽ അറിയാം. അയാളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും ഇഷ്ടത്തിനകത്തും മാറ്റം വരുത്തുന്നതാണ് യേശു വന്നാലുള്ളത്. ഹല്ലേലൂയ. ഈ സുവിശേഷം പ്രസംഗിച്ചാൽ എന്തൊക്കെ സംഭവിക്കും ശ്രദ്ധിച്ചേ. ഒന്ന് ഞാൻ പറഞ്ഞു, എന്താണ് സുവിശേഷം? ഹല്ലേലൂയ. ആരാ സുവിശേഷം? യേശുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശുവാണ് സുവിശേഷം. അവനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. സുവിശേഷം എന്തിനു വേണ്ടിയാണ് ഇവിടെ ഈ ദേശത്ത് പ്രസംഗിക്കുന്നത്? തീത്തോസ് 2:11. എന്തിനു വേണ്ടി? സകലരും രക്ഷ പ്രാപിക്കാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, തങ്ങൾ റോഡിന്റെ സൈഡിലോ വീടിന്റെ മുറ്റത്തോ വീടിനകത്തോ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്നതായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, സ്വത്രം, ഈ സുവിശേഷം എന്തിനെന്നറിയാമോ? ഈ കൺവെൻഷൻ താങ്കൾ രക്ഷിക്കപ്പെടാനാണ്. താങ്കളുടെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ വരാനാണ്. ഹല്ലേലൂയ. ആരെല്ലാം ഈ സുവിശേഷം കേൾക്കണം? സങ്കീർത്തനം 49:1 വായിച്ചു. എന്താ? സകല ജാതികളും ഈ സുവിശേഷം കേൾക്കണം. സുവിശേഷം കേട്ടാൽ സ്വത്രം എന്തുണ്ടാകും? ഒന്ന്, എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. സുവിശേഷം കേട്ടാൽ എന്തുണ്ടാകും? ഒന്ന്, സന്തോഷമുണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സുവിശേഷമാകുന്ന യേശു നിന്റെ ജീവിതത്തിനകത്ത് വന്നാൽ, ഏതെല്ലാം തീച്ചുളക്കകത്തൂടെ പോകുമ്പോഴും നിന്റെ അകത്തൊരു സമാധാനം കാണും, നിന്റെ അകത്തൊരു സന്തോഷം കാണും, നിന്റെ അകത്തൊരു സ്വസ്ഥത കാണും. ഇത് മറ്റാരും തരുന്ന സമാധാന സ്വസ്ഥതയല്ല, അത് യേശു തരുന്നതാണ്. ഹല്ലേലൂയ. കോടിക്കണക്കിന് ആസ്തിയുള്ളവരുടെ വീടുകളിൽ, ചില വീടുകളിൽ എന്തില്ല? സമാധാനമില്ല. ജോലിയുടെ കുറവല്ല, സമ്പത്തിന്റെ കുറവല്ല, എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനമില്ല. കാരണം എന്താ? യേശു അതിനകത്തില്ല. ഹല്ലേലൂയ. എന്നാൽ കുടിലിനകത്ത് കിടക്കുന്ന ആളിന് ഭയങ്കര ആനന്ദമായിരിക്കും. കാരണം എന്താ? യേശു ഉള്ളത് കുടിലിനായാലും കൊട്ടാരത്തിനകത്തായാലും അവർക്കൊരു സമാധാനമുണ്ട്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, ജീവന്റെ പുസ്തകത്തിൽ വരാനാണ്. ഹല്ലേലൂയ. ആരെല്ലാം ഈ സുവിശേഷം കേൾക്കണം? സങ്കീർത്തനം 49:1 വായിച്ചു. എന്താ? സകല ജാതികളും ഈ സുവിശേഷം കേൾക്കണം. സുവിശേഷം കേട്ടാൽ സ്വത്രം എന്തുണ്ടാകും? ഒന്ന്, എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. സുവിശേഷം കേട്ടാൽ എന്തുണ്ടാകും? ഒന്ന്, സന്തോഷമുണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സുവിശേഷമാകുന്ന യേശു നിന്റെ ജീവിതത്തിനകത്ത് വന്നാൽ, ഏതെല്ലാം തീച്ചുളക്കകത്തൂടെ പോകുമ്പോഴും നിന്റെ അകത്തൊരു സമാധാനം കാണും, നിന്റെ അകത്തൊരു സന്തോഷം കാണും, നിന്റെ അകത്തൊരു സ്വസ്ഥത കാണും. ഇത് മറ്റാരും തരുന്ന സമാധാന സ്വസ്ഥതയല്ല, അത് യേശു തരുന്നതാണ്. ഹല്ലേലൂയ. കോടിക്കണക്കിന് ആസ്തിയുള്ളവരുടെ വീടുകളിൽ, ചില വീടുകളിൽ എന്തില്ല? സമാധാനമില്ല. ജോലിയുടെ കുറവല്ല, സമ്പത്തിന്റെ കുറവല്ല, എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനമില്ല. കാരണം എന്താ? യേശു അതിനകത്തില്ല. ഹല്ലേലൂയ. എന്നാൽ കുടിലിനകത്ത് കിടക്കുന്ന ആളിന് ഭയങ്കര ആനന്ദമായിരിക്കും. കാരണം എന്താ? യേശു ഉള്ളത് കുടിലിനായാലും കൊട്ടാരത്തിനകത്തായാലും അവർക്കൊരു സമാധാനമുണ്ട്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. കരളിച്ച്, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു.
യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശുവെത്ര നല്ലവൻ, യേശുവെത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ആദ്യത്തെ വചന ശുശ്രൂഷയിൽ ദൈവദാസൻ അത് പ്രസംഗിക്കാൻ ഇടയായിത്തീർന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് യേശു പ്രസംഗിച്ചു തുടങ്ങിയ ഒരു വരിയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. സ്വത്രം അനേകർ കരുതും, സ്വത്രം ഹല്ലേലൂയ, ഒരു വ്യക്തിയെ, ഒരു ദൈവവേലക്കാരനെ തകർത്താൽ, കൊന്നുകളഞ്ഞാൽ ഈ സുവിശേഷം നിൽക്കുമെന്ന്, വേദപുസ്തകം ചുട്ടുകളഞ്ഞാൽ ഈ സുവിശേഷം നിൽക്കുമെന്ന് അനേകർ ചിന്തിക്കും. ഞാൻ പറയട്ടെ, കാലാകാലങ്ങളിൽ എന്റെ ദൈവത്തിന്റെ ദാസന്മാരെ ദാസിമാരെ തകർക്കുമ്പോൾ അവിടെ ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരാൾ വീഴുമ്പോൾ ആയിരക്കണക്കിന് ദൈവവേലക്കാരെ കർത്താവിന്റെ ആത്മാവിൽ നിറച്ച് കർത്താവ് എഴുന്നേൽപ്പിക്കും. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു പ്രസംഗിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തുവിലൂടെ 12 അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് വന്നു. യേശു ക്രിസ്തു അവരെ ശിഷ്യന്മാരാക്കി. ഈ 12 പേരിലൂടെ ഈ തിരുവചന സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിലെ വചനം ഇന്നും മുടി ലോകത്തിൽ അങ്ങറ്റ ഇങ്ങറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ പറയാം, ഒരു 12 പേരിൽ തുടങ്ങിയ ഈ ശുശ്രൂഷ ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് മനസാന്തരപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേര് വന്നെങ്കിൽ ഇന്ന് ഞാൻ പറയാം, ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ സുവിശേഷം. ഒതുക്കും തോറും ആളി കത്തുന്ന ഒന്നത്രേ തിരുവചനം. ആരെല്ലാം ഒതുക്കാൻ ശ്രമിക്കുമോ, ഒതുക്കും നടത്തു നിന്ന് ആരംഭിക്കുക എത്രയായി ചെയ്യുന്നത്. കാരണം ഈ തിരുവചനത്തിന് ജീവനുണ്ട്, ഈ തിരുവചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് സ്വത്രം വരികയാണ്. വരുന്നു, 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് കർത്താവ് ഉപവസിക്കുന്നു. 40 ദിവസം ഉപവാസം കഴിഞ്ഞ് കർത്താവ് പുറത്തു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉപവസിച്ച് യേശു വരികയാണ്. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തു വന്ന് ശുശ്രൂഷ ആരംഭിച്ചു. കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം ശുശ്രൂഷിച്ചു. സ്വത്രം 3.5 വർഷമാകുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥനയുടെ നടുവിൽ സ്വത്രം ഒരു കൂട്ടം പടയാളികൾ വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ദൈവത്തിന് സ്വത്രം. അതിനു മുമ്പ് ഇതാ സ്വത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ, യേശു ഉണ്ടായിരുന്നപ്പോഴും യേശുവിന്റെ ശുശ്രൂഷയുടെ സമയത്ത് അതിന് തൊട്ടു മുൻപേ വന്ന് ശുശ്രൂഷ തുടങ്ങിയ ഒരാളാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അവിടെ വെച്ച് യോഹന്നാൻ സ്നാപകൻ ദൈവത്തിന്റെ യഥാർത്ഥ സുവിശേഷം വിളിച്ചു പറഞ്ഞപ്പോൾ ജനം അതിനെ സ്വത്രം എതിർക്കുവാനും തർക്കിക്കുവാനും ഇടയായി. ഒരു കൂട്ടം പേർ മാനസാന്തരപ്പെട്ടു. എന്നാൽ സ്വത്രം ജനം മാനസാന്തരപ്പെട്ടാലും ഇല്ലെങ്കിൽ ഈ തിരുവചനം തീർന്നു പോയില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മകൾ നൃത്തം ചെയ്യുകയും നൃത്തം ചെയ്ത ശേഷം രാജാവ് ചോദിക്കും, നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറഞ്ഞു കൊടുത്ത ഒരു വരി, ഈ യോഹന്നാൻ സ്നാപകന്റെ തല വേണം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സ്നാപകന്റെ തലയെ വെട്ടിയാൽ അതോടുകൂടെ സുവിശേഷം നിൽക്കുമെന്ന് ആ ജനം കരുതിയില്ല. യോഹന്നാൻ സ്നാപകന്റെ തലയെ വെട്ടിയപ്പോൾ അടുത്ത് നസ്രായനാകുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശു ക്രിസ്തു പുസ്തകം എടുത്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു തിരുവചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഓ സ്തോത്രം. യോഹന്നാൻ സ്നാപകനെ തകർത്തു കൊന്നെങ്കിലും അതിനുശേഷം യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞേ? മർക്കോസ് 1-ാം അധ്യായം 15-ാം വാക്യം വായിച്ചേ.
കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. സുവിശേഷം എവിടെ തുടങ്ങി, എവിടെ ദൈവവേലക്കാർ പറഞ്ഞു നിർത്തിയോ അവിടെ നിന്ന് യേശു അങ്ങോട്ട് അതേ സുവിശേഷത്തിൽ കർത്താവ് യേശു ക്രിസ്തു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് പോകുമ്പോൾ യേശുവിലൂടെ 12 ശിഷ്യന്മാർ വരുന്നു. യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നു. യേശു ക്രിസ്തു മരിക്കുന്നു. യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറി പോകുന്നു. സ്തോത്രം. മർക്കോസിന്റെ മാളിക മുറിയിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വാങ്ങിപ്പോകരുത്, ഇവിടെ കാത്തിരിക്കുകയാണ്. ശക്തി പ്രാപിച്ചവർ അങ്ങോട്ട് ശുശ്രൂഷയുടെ പടയാളികളായി പുറത്തു വന്നു. തീർന്നെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അതിനെ ആളി കത്തിച്ചു. അങ്ങോട്ട് 6-ാം അധ്യായം 7-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇതാ 7 പേരെ സ്തോത്രം തെരഞ്ഞെടുത്തു. അതിൽ ഒരാളായിരുന്നു സ്റ്റേഫാനോസ്. ആ സ്റ്റേഫാനോസ് അങ്ങോട്ട് പ്രസംഗിച്ചു. സ്റ്റേഫാനോസിനെ ജനം കല്ലെറിയാൻ തുടങ്ങി. ഒറ്റ പ്രസംഗമേ സ്റ്റേഫാനോസ് പ്രസംഗിച്ചുള്ളൂ. ജനം ചിന്തിച്ചു, ഇതോടെ ഇയാളെ കൊല്ലുന്നതോടും കൂടെ ഇവിടെ എല്ലാം തകർത്ത് കളയാം, സുവിശേഷത്തെ ഒതുക്കി കളയാം. ഇല്ല, ഒതുങ്ങിയില്ല. സ്റ്റേഫാനോസ് സത്യസുവിശേഷം സത്യമായി ഒരു ദൂതന്റെ മുഖത്തെ പോലെ നിന്ന് വിളിച്ചു പറഞ്ഞു, യേശുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. സ്റ്റേഫാനോസിനെ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് സ്തോത്രം കൊന്നുകളഞ്ഞു. സ്റ്റേഫാനോസ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, സ്തോത്രം, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിനെയും പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെയും ഞാൻ കാണുന്നു എന്ന് വിളിക്കുമ്പോൾ ജനം അധികം കല്ലെറിഞ്ഞു. സ്തോത്രം. സ്റ്റേഫാനോസ് മരിക്കുകയും സ്വർഗത്തിലേക്ക് കയറി പോവുകയും ചെയ്തു. വലിയ പ്രശ്നമുണ്ടായി കേട്ടോ. അവിടെ വലിയ പ്രശ്നമുണ്ടായി. സഭ ചിതറി. എല്ലാവരും വിചാരിച്ചു ഇവിടെ സഭ ചിതറിച്ചാൽ അതോടുകൂടെ സുവിശേഷം നിൽക്കും, യേശുവിനെ വിളിച്ചു പറയത്തില്ലെന്ന്. ഞാൻ പറയട്ടെ, സഭ ചിതറി. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ 12 ശിഷ്യന്മാർ സഞ്ചരിക്കാൻ തുടങ്ങി. ആളിക്കത്തുന്ന തീപ്പന്തങ്ങളാക്കി ദേശങ്ങളുടെ പിശാചിന്റെ മണ്ഡലങ്ങളെ പിടിച്ചടക്കി. ആയിരക്കണക്കിന് ദൈവവേലക്കാർ ആ ശുശ്രൂഷയുടെ എഴുന്നേറ്റ് വരെ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന എന്റെ മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി ഈ സുവിശേഷം താങ്കളുടെ മേലും കത്തിപ്പടരുന്ന ഒരു ആത്മാവിനെ നിറയ്ക്കാനാണ് ഈ സുവിശേഷം. ഈ ദേശത്ത് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ആർക്കും ഒതുക്കാൻ കഴിഞ്ഞില്ല. സ്വത്രം. അനേകായിരങ്ങളുടെ യേശുവിനായി നിന്ന് അനേകായിരങ്ങളുടെ രക്തം ഒഴുകിയ മണ്ണാണ് ഈ ഭൂമി. ഹല്ലേലൂയ. വില കൊടുത്ത് പ്രസംഗിച്ച കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തിൽ നോക്കുമ്പോൾ വില കൊടുത്ത് അവർ പ്രസംഗിച്ച് രക്തം സ്വത്രം ചിന്തേണ്ടി വന്നു എത്രയോ ദൈവവേലക്കാർ. ഇന്ന് നമ്മൾ ഇവിടെ ഇത്രയും സന്തോഷത്തോടെ ആരാധിക്കുമ്പോൾ UP-യിലൊക്കെ നോക്കിയാൽ 600ഓളം ദൈവവേലക്കാരെ കുടുംബമായി പിടിച്ച് തടവിലിട്ടിരിക്കുക. 600ഓളം വരുന്ന സഭകൾ അടച്ചു പൂട്ടി. സ്വത്രം. ഇനി ഒറ്റ പള്ളി പോലും പാടില്ലെന്ന് സ്വത്രം ഹല്ലേലൂയ പൂട്ടിച്ചിരിക്കുക. ദൈവദാസന്മാരെ വഴിയിൽ സ്വത്രം എത്രയോ പേർ കൂടി നിന്ന് അടിച്ച് തകർത്തോണ്ടിരിക്കുക. നമ്മളിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, നമ്മളിവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ നിന്ന് ആരാധിക്കുക. പക്ഷെ എത്രയോ അടുത്ത് ഇതിനെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം പേർ എതിരെ എഴുന്നേൽക്കുമ്പോഴും ഇന്ന് രാത്രി ഞാൻ പറയാ, തടവറക്കകത്ത് കിടക്കുമ്പോഴും ആത്മാവിന്റെ പവറിനെ ഇറക്കി ആ തടവറക്കെ പൊളിച്ച് അതിനകത്തുള്ള വ്യക്തികളെ കൂടെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഈ സുവിശേഷത്തെ ഒതുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ സുവിശേഷം യേശുവാണ്. ഈ യേശുവിനെ ഒതുക്കാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, ആ ശബ്ദമാകുന്ന യേശു താങ്കളുടെ അടുക്കൽ ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്ത്, താങ്കൾ നിൽക്കുന്ന സ്ഥാനത്ത് താങ്കൾ അറിയാത്ത ഒരുവൻ, യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായം വിളിച്ചു പറയുന്നു, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നു. അതത്രേ നിങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ രാജാതി രാജാവാകുന്ന യേശു ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. എത്ര വലിയ പ്രതികൂല പ്രശ്നത്തിലൂടെ താങ്കൾ കടന്നു പോകുന്ന ആളായാലും ശരി, ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്ന് രാത്രി നിങ്ങളെ തൊട്ട് വിടുവിക്കുന്ന രാത്രിയാണ്. ആ കണ്ണുനീരിനെ ആമെ തുടച്ച് ആനന്ദ തൈലം പകരുന്ന രാത്രിയാണ്. വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന രാത്രിയാണ്. ഈ സുവിശേഷം ആളി കത്തിച്ച് ചില പടക്കുതിരകളെ ഈ ദേശത്ത് എഴുന്നേൽപ്പിക്കുവാൻ ജീസസ് ഈ ദേശത്ത് നിന്ന് ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ദേശത്ത് നിന്ന് ഒരു കൂട്ടം പേരെ എന്റെ അപ്പന്റെ നാമ മഹത്വത്തിനായിട്ട് എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നിന്റെ കെട്ടുകളെ പൊട്ടിച്ച്, നിന്റെ നുഖങ്ങളെ ഉടച്ച്, നിന്നെ ഭരിക്കുന്ന പാപത്തിന്റെ ശക്തികളെ പൊട്ടിച്ച് ഇന്ന് രാത്രി പൊളിച്ചു പുറത്തെടുക്കുന്ന അധികാരമുള്ള ഒരുവൻ 33 കോടി ദുർഭൂതങ്ങളെയും കാൽ കീഴിൽ ക്രൂശിൽ ചതച്ചരച്ച രാജാതി രാജാവ് ഈ ദേശത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജനം ഒതുങ്ങി എന്ന് പറഞ്ഞപ്പോൾ യേശു വിളിച്ചു പറഞ്ഞു, കാലം
തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിച്ചാൽ എന്തുണ്ടാകും? ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. സുവിശേഷം പ്രസംഗം കേൾക്കുമ്പോൾ എന്തുണ്ടാകും? സ്തോത്രം. ഹല്ലേലൂയ. മാനസാന്തരം ഉണ്ടാകും. പ്രസംഗം കേൾക്കുമ്പോൾ, കൺവെൻഷൻ പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലാതെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ജനത്തിന് എന്തിനാണ് സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്? ആളിന്റെ അകത്ത് സുവിശേഷം കേൾക്കുമ്പോൾ ആളിന്റെ അകത്ത് സുവിശേഷം അങ്ങ് ഇറങ്ങും. സുവിശേഷം ഇറങ്ങി ആളിനൊരു മാനസാന്തരം കൊടുക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 3-ാം അധ്യായം 19-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 19-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. മതി, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. പാപത്തിന്റെ മോചനം, മാനസാന്തരം. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ തിരുവചനം കേൾക്കുമ്പോൾ വചനം അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നതാണ്. ഓ, എബ്രായർ 4:12 വായിക്കുമ്പോൾ വചനം എന്നതോ ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വരെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്ന തിരുവചനമാകുന്ന യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഈ തിരുവചനം കേൾക്കുമ്പോൾ ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ വചനം ഇറങ്ങിച്ചെന്ന് വ്യക്തിക്ക് ഒരു മാനസാന്തരം കൊടുക്കും. അയ്യോ, ഞാൻ പാവി എന്ന് നിലവിളിപ്പിക്കുന്ന ഒന്നുണ്ടെങ്കിൽ യേശുവിന്റെ സുവിശേഷത്തിനെ പറ്റൂ. ആ യേശു ഇന്ന് ഈ ദേശത്തിൽ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ആ യേശു വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി അറിയാമോ? ഈ ദേശത്തിലെ ഒരു കൂട്ടം വരെ രക്ഷിക്കുവാൻ യേശു വന്നിട്ടുണ്ട്. അപ്പൊ വചന ശുശ്രൂഷ, വചന പ്രസംഗം കേൾക്കുമ്പോൾ യേശു മാനസാന്തരപ്പെടാൻ പ്രസംഗിച്ചു അല്ലേ? പ്രസംഗം കേൾക്കുമ്പോൾ ഒന്ന്, മാനസാന്തരപ്പെടും. ലൂക്കോസ് സുവിശേഷം നമുക്കറിയാം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഒരുവൻ യേശുവാകുന്ന വചനമാകുന്ന യേശു ആമേ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സംസാരിച്ചില്ല, കൂടെ നടന്നതേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ കെട്ട് പൊട്ടിയത് ഓർത്ത് ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. ഒരു മനുഷ്യൻ മുട്ടുമടക്കിയ വിഷയത്തെ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 1-ാം വചനം മുതൽ വായിച്ചാട്ടെ. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒന്ന് ചുങ്കക്കാരൻ, 2 ധനവാനായിരുന്ന ഒരു മനുഷ്യൻ. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. അവന്റെ ആഗ്രഹം, എനിക്ക് എന്റെ യേശുവിനൊന്ന് കാണണം. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ടോ യേശുവിനെ കാണാൻ? ഈ ലോകത്തിലുള്ള പലരെയും താങ്കൾ ആഗ്രഹിച്ചു കാണണം എന്ന് ആഗ്രഹിച്ചു കാണും. പക്ഷേ ഞാൻ പറയാം, അതൊരു മനുഷ്യനാണ്. പക്ഷെ യേശുവിനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? സ്വത്രപാട്ടുകാരൻ പാടി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഹല്ലേലൂയ. അപ്പൊ പാട്ടുകാരൻ ആഴമായി അത് ഗ്രഹിച്ചിട്ട് പാടി, എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി. സ്നേഹിതരെ, എത്ര പേർക്ക് ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദ പരിധിക്കുള്ളിരിക്കുന്ന വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അനേകരെ കണ്ടിട്ടുണ്ട്, പക്ഷേ യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ ചുങ്കക്കാരനും ചുങ്കം പിരിക്കുന്നവനും ധനവാനുമായ സ്വത്രം സക്കായി എന്ന ഒരുത്തൻ ഒരു ദിവസം അവനൊരു ആഗ്രഹം, യേശുവിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷേ അവന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു ദാഹം. ഇന്ന് ലോകത്തിലെ മനുഷ്യന്റെ ദാഹം വേറെ പലതും കാണാനാണ്, വേറെ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനാണ്, പലതും കേൾക്കാനാണ്, പല രീതിയിൽ ജീവിക്കാനാണ് മനുഷ്യന്റെ ആഗ്രഹം. എന്നാൽ സക്കായിയുടെ ആഗ്രഹം ഇതെല്ലാം ഉണ്ടായിട്ടും അവന്റെ ആഗ്രഹം, എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കാണണം. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുമ്പോട്ട് ഓടി. എങ്ങോട്ട് ഓടി? നമ്മളെങ്ങനെ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും പോയ ആൾക്കാർ കൂടുതലെന്ന് ഞാൻ പതുക്കെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് പറയും, പിന്നൊരു ദിവസം വന്ന് നോക്കാം. സ്വത്രം. കല്യാണം വീട്ടിൽ പോയാൽ എല്ലാവരും പറയും ഭക്ഷണം കഴിക്കാൻ കയറാൻ പറയൂല്ലേ? നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് തള്ളലോ ഉന്തലോ ഉണ്ടെങ്കിൽ നമ്മൾ നീ പതുക്കെ എന്തെങ്കിലും കൊടുക്കാണ്ട് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകും, നേരെ അങ്ങ് വീട്ടിൽ പോകും. കാരണം എന്താ? തള്ളാൻ മടിച്ചിട്ട് പോകൂലേ? ഇവിടെ അതിന് ഇത്രത്തോളം മടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. എന്നാൽ ഇവിടെ യേശുവിനെ കാണാൻ പോകാൻ പറ്റാത്തത് നിമിത്തം
നമ്മളാണെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത തവണ യേശു വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഹല്ലേലൂയ. സക്കായി എന്ത് ചെയ്യുന്നറിയാമോ? മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയെന്നല്ല പറയുന്നത്. വായിച്ചേ. അവനെ കാണേണ്ടതിന് കാട്ടത്തിന്മേൽ ഞാൻ യേശുവിനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടേ പോകൂ. യേശുവിനെ കാണാൻ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിനെ കാണുക മാത്രമല്ല, യേശുവിനെ കൊണ്ടേ ഞാൻ വീട്ടിൽ പോകൂ. ഇനി ശബ്ദ പരിധികൾ മാന്യ ശ്രോതാവേ, യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണുക മാത്രമല്ല, ആമേൻ ആമേൻ, കാണുക മാത്രമല്ല, കേൾക്കുക മാത്രമല്ല, സംസാരിക്കുക മാത്രമല്ല, യേശുവിനെ കൂടെ കൊണ്ടുപോകാൻ. നിന്റെ വീട്ടിൽ യേശു വന്നാൽ ഇന്ന് മുതൽ ഒരു മാറ്റമുണ്ട്. ജീസസ്, ഹല്ലേലൂയ. യേശു നിന്റെ ഹൃദയത്തിനകത്ത് വന്നാൽ ജീവിതം ഏറ്റവും മാറും. ഭവനത്തിനകത്ത് വന്നാൽ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളെല്ലാം മാറും. സ്തോത്രം. ഭവനത്തിനകത്ത് യേശു വന്നാൽ ശാപം പൊട്ടും, ബന്ധനം അഴി, മന്ത്രം പൊട്ടും, പൂജകൾ കത്തും, ഇരുട്ടുകൾ ഇറങ്ങി ഓടും, പാരമ്പര്യത്തിന്റെ അടിത്തറകൾ കുലുങ്ങും, പിശാചിന്റെ വ്യാപാരങ്ങൾ അഴിയും, അന്ധകാര കെട്ടുകൾ ഉടയും. ഹല്ലേലൂയ. യേശു വന്ന് ചവിട്ടിയാൽ സകല ബന്ധനങ്ങളും അഴിയും. ഇന്ന് രാത്രി കാണുക മാത്രമല്ല, കേൾക്കുക മാത്രമല്ല, യേശുവിനെ കൊണ്ടുപോകും. ആമേൻ. എവിടെ പോയാലും യേശുവിലാണ് പോകുന്നതെങ്കിൽ ഞാൻ പറയാം, അവിടെ തകരുവാൻ ഇടയാകത്തില്ല, വീണു പോകാൻ ഇടയാകത്തില്ല. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇവിടെ സക്കായി പുറകോട്ട് പോയെന്നല്ല, ഇവൻ എന്ത് ചെയ്തു? ഒന്നുകൂടെ വായിച്ചാ വരി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴിയെ വരികയായിരുന്നു. യേശു അവിടെ കൂടെ വന്നു കേട്ടോ. ആഗ്രഹം കണ്ട് യേശു വന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലേ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ ശബ്ദം കേൾക്കുന്ന ശബ്ദ പരിധിക്കുള്ളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, സ്തോത്രം. താങ്കളെ എനിക്കറിയത്തില്ല, പക്ഷേ താങ്കളെ യേശു കാണുന്നുണ്ട്. ആ ഹൃദയം കാണുന്നുണ്ട്, ജീവിതം കാണുന്നുണ്ട്, കലങ്ങി മറയുന്ന ആ അനുഭവങ്ങൾ ദൈവം കാണുന്നുണ്ട്. ഇന്ന് രാത്രി ആ കലക്കത്തെ മാറ്റുവാൻ കഴിവുള്ള, യോർദാനെ രണ്ടാക്കിയ സ്തോത്രം ദൈവം യേശു ക്രിസ്തു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. കലങ്ങി മറയുന്നതിന്റെ നടുവിലും ചെങ്കടലിനകത്ത് ഇസ്രായേൽ മക്കൾക്കായി ചെങ്കൽ പാത ഒരുക്കിയ ഒരു ദൈവം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സക്കായി വേറൊന്നും ചെയ്തില്ല. എനിക്ക് കണ്ടേ തീരുള്ളൂ എന്ന് പറഞ്ഞ് കാട്ടത്തിയുടെ മുകളിൽ മുള്ളു നോക്കിയില്ല, പ്രശ്നം നോക്കിയില്ല, പ്രതിസന്ധി നോക്കിയില്ല, ചാടി മണ്ടേ കയറി അങ്ങ് ഒളിച്ചങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ആരെ കാണണം? യേശുവിനെ കാണണം. ഇവന്റെ വല്ലാത്ത ആഗ്രഹം ആര് കണ്ടു? യേശു കണ്ടു. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, വല്ലാണ്ട് യേശുവിനെ കാണാൻ ദാഹിക്കുന്നെങ്കിൽ ഞാൻ പറയാം, ഇന്ന് രാത്രി നിന്റെ അടുക്കൽ യേശു ഇറങ്ങി വന്ന് നിന്നെ മാറോട് ചേർത്ത് ആ കണ്ണുനീരൊപ്പി ചേർത്ത് പിടിച്ച്, അപ്പൻ നിന്നെ ഉപേക്ഷിച്ച് കാണും, അമ്മ നിന്നെ ഉപേക്ഷിച്ച് കാണും, ഭാര്യ നിന്നെ വെറുത്ത് കാണും, മക്കൾ നിന്നെ വെറുത്ത് കാണും, ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ച് കാണും, പ്രിയപ്പെട്ട നിന്നെ തള്ളിക്കളഞ്ഞു കാണും. എന്നാൽ തള്ളിക്കളയാത്ത ഒരു നാഥൻ, ഹല്ലേലൂയ, തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നിൽ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. നമ്മളെ അപ്പനെ തള്ളിപ്പറഞ്ഞ് ഓടിയപ്പോഴും, എത്രയോ അകന്നു പോയപ്പോഴും കർത്താവ് അടുത്ത് വന്ന് കാത്തു നിന്നു. ഹല്ലേലൂയ. അപ്പവും ചുട്ട് മീനും വറുത്ത് കാത്തു നിന്നു. സക്കായിയുടെ ഹൃദയത്തിൻ്റെ വേദന ദൈവം അറിഞ്ഞു. ആരെ കാണണം എന്നുള്ള വേദന? യേശുവിനെ കാണണമെന്ന്. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളുടെ ആഗ്രഹം എന്തോന്നാണ്? യേശുവിനെ കാണണമെന്നാണോ? ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കണ്ട എല്ലാമായി. യേശുവിനെ കിട്ടിയാൽ ബാക്കി എല്ലാം ആയി. യേശുവിനെ കിട്ടി, യേശുവിനാണ് ബാക്കി എല്ലാം ഉള്ളത്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ദൈവം തരുവൻ. ആരാണ്? വിശ്വസ്തനാണ്. സക്കായി പറഞ്ഞു, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടിട്ടേ ഞാൻ പോകും. പക്ഷെ ഈ അകത്തുള്ള ആഗ്രഹം, ആവേശം ദൈവം കണ്ടു, യേശു കണ്ടു.
കണ്ടിട്ട് അവൻ ഇരുന്ന അത്തിയുടെ ചുവട്ടിലേക്ക് യേശു വന്നിട്ട് പതുക്കെ മുകളിലേക്ക് നോക്കി ഇപ്രകാരം പറഞ്ഞു, സക്കായേ. വായിച്ചേ ആ ഭാഗം, വായിച്ചേ. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായേ, നിന്നെ മറ്റാരും കണ്ടില്ലെങ്കിൽ. യേശു മൈലുകൾക്കപ്പുറം നിന്നപ്പോഴാ സക്കായി അവിടെ കയറിയത്. ലോകത്തിൽ ആരും കണ്ടില്ലെങ്കിലും, നീ ഒളിച്ചിരിക്കുമ്പോഴും, നീ മാറി ഒതുങ്ങിയിരിക്കുമ്പോഴും, ഒറ്റപ്പെട്ട വേദന കൊണ്ട്, എല്ലാവരും തള്ളിക്കളഞ്ഞ വേദന കൊണ്ട് നീ തകർന്ന് തരിപ്പണമായി ഇരിക്കുമ്പോഴും, നീ ഒറ്റയ്ക്ക് കരയുമ്പോഴും, ആരും എനിക്കില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്ന് നീ തകരുമ്പോഴും, നീ ഇരിക്കുന്ന സ്ഥലവും നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും നിന്റെ ആവേശവും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവന്റെ ഹൃദയം അറിഞ്ഞ, ആവേശം അറിഞ്ഞ എന്റെ ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മുകളിലേക്ക് നോക്കി മറ്റാരും കണ്ടില്ലെങ്കിലും കാണേണ്ടവൻ കണ്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മുകളിലേക്ക് നോക്കി ഇപ്രകാരം പറഞ്ഞു, വായിച്ചേ. സക്കായിയെ വേഗം ഇറങ്ങി വാ, സക്കായിയെ വേഗം ഇറങ്ങി വാ. അടുത്ത വരി, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവൻ എന്തിയാ പോകുന്നു? നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പാർക്കാൻ പോകയാ. സ്തോത്രം. നിന്റെ വീട്ടിൽ നിന്ന് താമസിക്കാൻ പോകയാ. യേശു നമ്മളെ വീട്ടിൽ താമസിച്ച അഗ്നി ഇറങ്ങി കത്തും, അഭിഷേകം ഇറങ്ങും, കൃപ ഇറങ്ങും, കെട്ടുകൾ പൊട്ടും, കുടുംബത്തിനകത്ത് മാറ്റം വരും, തലമുറകൾക്കകത്ത് മാറ്റം വരും, സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഇന്ന് ഈ കാണുന്ന അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സക്കായിയോട് യേശു പറഞ്ഞത്, സക്കായിക്ക് കണ്ടാ മതി എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ യേശുവിന്റെ ആഗ്രഹം അങ്ങനെയല്ല. എന്നെ കാണാൻ ആഗ്രഹിച്ച നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോകയാ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പാ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ, എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഒന്ന് വരണമേ അപ്പാ, എൻ്റെ കൂടെ താമസിക്കണമേ, എൻ്റെ മക്കളോട് കൂടെ താമസിക്കണമേ. ഞാൻ പറഞ്ഞിട്ടൊന്നും എൻ്റെ മക്കൾ ശരിയാകുന്നില്ല, എൻ്റെ ഭവനത്തിനകത്ത് സമാധാനമില്ല, കുടിക്കുന്ന വെള്ളത്തിന് സമാധാനമില്ല. യേശുവേ, എൻ്റെ വീട്ടിനകത്ത് വരണമേ, എന്നിൽ വരണമേ, എൻ്റെ വീട്ടിനകത്ത് വരണമേ എന്ന് ആരെങ്കിലും ഇന്ന് രാത്രി യേശുവിനെ വിളിച്ചാൽ നിന്റെ വീട്ടിനകത്ത് ഇന്ന് യേശു വരും. ഹല്ലേലൂയ. സക്കായി ഇത് കേട്ട ഉടനെ എന്തോന്നാ പറഞ്ഞേ? സക്കായി വേഗം ഇറങ്ങി വാ. സക്കായി ചിന്തിച്ചെന്തോന്നാ? എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. കാണാൻ ചിന്തിച്ചവൻ്റെ കൂടെ താമസിക്കാൻ യേശു ചിന്തിച്ചു. കണ്ടോ, അവന് കണ്ടാ മതി, യേശുവിന് അവൻ്റെ കൂടെ താമസിക്കണം. കണ്ടോ അർത്ഥം എന്താ? ഞാൻ ആഗ്രഹിക്കുമ്പോൾ അമ്മേ ചങ്ക് പിളർന്ന് പങ്കാളിയാക്കി ചങ്കീനോടു ചേർത്തു വച്ചവനെ, മുൻപേ നടന്ന് അൻപാൽ നിറച്ച് ഉള്ളങ്കയിൽ എന്നെ താങ്ങിയോനേ, എന്റെ നെഞ്ചിനിടിപ്പ് യേശു, എന്റെ ഉള്ളിലെ പാട്ട് യേശു, എന്റെ പ്രാണനും പ്രേമവും യേശു, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. തള്ള പോലും എന്നെ തള്ളിയാലും താതന്റെ കൈ എന്നെ തള്ളുകില്ല, ഉള്ളം കയ്യിൽ എന്നെ കോരിയിട്ട നല്ല സ്നേഹമാണ് യേശുനാഥൻ. എന്റെ നെഞ്ചിരിടിപ്പ് യേശു, എന്റെ ഉള്ളിലെ പാട്ട് യേശു, എന്റെ പ്രാണനും പ്രേമവും യേശു, യേശു മാത്രം, യേശു മാത്രം, ഡാഡി മാത്രം, ഡാഡി മാത്രം. ഹല്ലേലൂയ. സക്കായി ചിന്തിച്ചതേ ഉള്ളൂ. സക്കായി കാണാൻ ചിന്തിച്ചെങ്കിൽ ദൈവം പാർക്കാൻ ആഗ്രഹിച്ചു. കണ്ടോ, യേശു ആരെന്ന് നോക്കിയേ, ഇത്ര സ്നേഹമുള്ള ഒരാൾ എവിടെയെങ്കിലും ഉണ്ടോ? സ്വത്രം. എന്നാൽ അടുത്ത വാക്യം വായിച്ചേ. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. എങ്ങനെ ഇറങ്ങി? ബന്ധപ്പെട്ടിറങ്ങി അല്ലേ? യേശു വരുന്നു എന്ന് കേട്ട്, യേശു എൻ്റെ വീട്ടിൽ താമസിക്കാൻ വരുന്നത് കേട്ട്, യേശുവിന്റെ ശബ്ദം കേട്ട് അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി യേശുവിന്റെ കൂടെ അങ്ങ് നടക്കാൻ തുടങ്ങി. അടുത്ത വരി. കണ്ടവർ എല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ. കണ്ടോ, ജനങ്ങളെല്ലാം പറയുകയാണ്, ഈ സക്കായി പാപിയല്ലേ, ഈ യേശുവിന് വേറെ ജോലിയില്ലേ, ഇവൻ ദൈവമായിരുന്നെങ്കിൽ, ഈ പ്രവാചകനായിരുന്നെങ്കിൽ ഇവൻ ഇത്രയും പാപിയായി ഇവൻ അറിയത്തില്ലേ? യേശു വന്ന എന്തിനാ? പാപികളെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. യേശു എന്തിനാ?
യേശു എന്തിനാ മനുഷ്യനായി വന്ന്? പാവിയെ രക്ഷിക്കാൻ. പിന്നെ യേശു എന്തിനാ വന്ന്? യേശു ക്രിസ്തു വന്ന വേറെ ഒന്നിനുമല്ല. ഒന്ന്, പാവിയെ രക്ഷിക്കാൻ. രണ്ട്, യേശു ക്രിസ്തു വന്ന പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ. ഹല്ലേലൂയ. ഒന്ന്, യേശു വന്നത് പാവിയെ രക്ഷിപ്പാൻ. രണ്ട്, യേശു വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജനം പറയുകയാണ് യേശു പാവിയോടുകൂടെ ഇതാ താമസിക്കാൻ പോകുന്നു. വായിച്ച അടുത്ത വാക്യം. പാപി ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. അവർക്ക് പിറുപിറുപ്പാണ്. അടുത്ത വരി. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി. കണ്ടോ, യേശുപ്പച്ചൻ പറഞ്ഞില്ലേടാ, നീ പറ്റിച്ചില്ലോടാ, നീ ആൾക്കാരെ വെട്ടിച്ചില്ലേ, ആൾക്കാരെ തട്ടിച്ചില്ലേ, അതിന് മാറ്റിയില്ലേ എന്ന് യേശു പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പിന്നെയോ, യേശുവിന്റെ കൂടെ അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ജീവിതത്തിനകത്തുള്ള പാവങ്ങളെല്ലാം വെളിപ്പെട്ടു. ഒരുവൻ യേശുവിനെ എപ്പ കാണുന്നോ അപ്പോൾ അവൻ വേറെ ഒന്നുമല്ല കാണുന്നത്, അവന്റെ മുമ്പിൽ അവന്റെ ജീവിതത്തിനകത്തുള്ള പാവം ഒന്ന് വെളിയിരിക്കും. ഇന്ന് ഞാൻ പറയട്ടെ സ്നേഹിത, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഒരുവൻ യേശുവിനെ കണ്ടാൽ ഞാൻ പറയാം, ആ വ്യക്തിക്ക് യേശുവിന്റെ മുമ്പിൽ ഹാളിൽ നിൽക്കുമ്പോൾ വേറെ ഒന്നുമല്ല തോന്നുന്നത്. കാരണം യേശു വിശുദ്ധനത്രേ. പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത വിശുദ്ധനാകുന്ന യേശുവിനെ ആര് കണ്ടാലും ആ യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയോട് പാപത്തെ കുറിച്ച് ഉണർത്തിക്കേണ്ട. പിന്നെയോ, യേശുവിനെ കാണേണ്ടവണ്ണം കണ്ടാൽ അയാളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് മുഴുവൻ പാപമായിരിക്കും. അയാളുടെ പാപമായിരിക്കും ആ മുൻപിൽ വന്ന് നിൽക്കുന്നത്. ഇതാ ഇവിടെ സ്വത്രം സക്കായിയോട് കൂടെ യേശു നടക്കാൻ തുടങ്ങി. രണ്ടുപേരും ഒരുമിച്ച് നടക്കുകയാണ്. സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ സക്കായി കണ്ടതെല്ലാം വെട്ടിച്ചതും തട്ടിച്ചതും മോഷ്ടിച്ചതും പറ്റിച്ചതും ആൾക്കാരെ കവളിപ്പിച്ചതും കള്ളക്കണക്ക് എഴുതി വെച്ചതും എല്ലാം തന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നു. എന്നെ കേൾക്കുന്ന പൈതലെ, യേശുവിനെ കാണേണ്ടവണ്ണം ഒരാൾ കണ്ടാൽ, ഇതാണ് മാനസാന്തരം. യേശുവിനെ കാണേണ്ടവണ്ണം ഒരാൾ കണ്ടാൽ ഞാൻ പറയാം, അയാളുടെ സ്വഭാവം മാറും. ലൂക്കോസ് 5 നമുക്ക് എല്ലാവർക്കും അറിയാം. ലൂക്കോസ് 5 ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ യേശു വന്നിട്ട് ഇപ്രകാരം പറയും, പത്രോസേ, നിന്റെ പടകൽപ്പം നീക്കിത്താ, ഞാൻ അതിൽ നിന്ന് വചനം പ്രസംഗിക്കട്ടെ. പത്രോസ് പടക് നീക്കി കൊടുത്തു, വചനം പ്രസംഗിച്ചു. സ്വത്രം. അതിനുശേഷം പത്രോസിനോട് പറഞ്ഞു, മോനെ, ആഴത്തിലേക്ക് നീക്കി വല വീശ്. സ്വത്രം. വല വീശി. നാദാ, തലേ ദിവസം രാത്രി ഞാൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷേ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടിയില്ലേ. മീൻ വലിച്ച് കയറ്റുവാൻ പോലും കഴിയാത്ത പെരുത്തൊരു മീൻകൂട്ടം വലയിലകപ്പെട്ടു. കരകയറ്റി കൊണ്ടിട്ടു. പക്ഷേ പത്രോസ് മീനല്ല കണ്ടത്. പത്രോസ് മുട്ടുമടക്കി വീണിട്ട് പറഞ്ഞു, അപ്പാ, എന്നെ വിട്ടു പോകണമേ, ഞാൻ പാവിയായ ഒരു മനുഷ്യൻ. കണ്ടോ, കാണേണ്ട മണ്ണ് പത്രോസ് യേശുവിനെ കണ്ടപ്പോൾ മീനല്ല കണ്ടത്. നമ്മളാണെങ്കിൽ പറയും, ഇന്നലെ രാത്രി മീനൊന്നും കിട്ടിയില്ല, കുറേ ദിവസം കൊണ്ട് കടഭാരത്താൽ ഞാൻ നടക്കുകയാണ്. യേശു വന്നതുകൊണ്ട് കട ഇത്തിരി അല്പം ലാഭമായി, മീൻ കിട്ടിയല്ലോ. പക്ഷേ സ്വത്രം, പത്രോസ് മീനല്ല കണ്ടത്, പത്രോസ് കണ്ടത് യേശുവിനെയാണ്. മാത്രം യേശുവിനെ കണ്ടപ്പോൾ പത്രോസ് കരഞ്ഞത് എന്തിനു വേണ്ടി എന്നറിയാമോ? മീന് തരണേന്നല്ല, കടം വീട്ടണേന്നല്ല. ഈ പത്രോസ് കരഞ്ഞത്, ഞാൻ പാപിയായൊരു മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. കണ്ടോ, കാണേണ്ടവനെ കാണേണ്ട വണ്ണം പത്രോസ് കണ്ടപ്പോൾ അലറിക്കരഞ്ഞു, നാദാ, എൻ്റെ അടുത്ത് നിൽക്കണ്ടപ്പാ, എന്നെ വിട്ടു പോവാപ്പാ, ഞാൻ പാപിയായൊരു മനുഷ്യന്. ഞാൻ പറഞ്ഞില്ല സ്നേഹിതരെ, യേശുവിനെ കാണേണ്ട വണ്ണം ഒരാൾ കണ്ടാൽ ഞാൻ പറയാം, പള്ളിയിൽ 25, 35, 40, 50, 80 വർഷം കൊണ്ട് നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്. എത്ര പേര് യേശുവിനെ കാണാറുണ്ട്? വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്നവരാണ്, യേശുവിനോട് സഞ്ചരിക്കുന്നവരാണ്. എത്ര പേര് യേശുവിനെ കാണാറുണ്ട്? യേശുവിനെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പാപമല്ല വരുന്നത്, യേശുവിൻ്റെ സ്വഭാവം വരുന്നത്. എത്ര പേർ യേശുവിനെ കാണാറുണ്ട്? ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈലെ, പത്രോസ് യേശുവിനെ കണ്ടപ്പോൾ വേറെ ഒന്നുമല്ല പത്രോസ് പറഞ്ഞത്. തൻ്റെ മുൻപിൽ ഒന്നുന്ന പാപം നിമിത്തം പത്രോസ് പറഞ്ഞു, അപ്പച്ചാ, എന്നെ വിട്ടു പോകണം, ഞാൻ പാവി. സ്തോത്രം. നോക്കിയേ, നമുക്കെല്ലാവർക്കും അറിയാം, ഇയ്യോബിനെ അറിയാം. ഇയ്യോബിന്റെ ദൈവത്തെ കണ്ടപ്പോൾ എന്താ സംഭവിച്ചേ? സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം നമുക്കറിയാം. 42-ാം അധ്യായം വായിക്കുമ്പോൾ 5-ാം വാക്യം 38-ഉം 8-ാം അധ്യായം വരെ ഇയ്യോബ് ഇങ്ങനെ പലതരത്തിൽ സംസാരിച്ചു. നമുക്കറിയാം ഇയ്യോബിന്റെ അവസ്ഥ. ഇയ്യോബിനെ കുറിച്ച് ദൈവസാക്ഷി പറഞ്ഞു, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, ദൈവഭക്തൻ, ഇവനെ പോലെ ആരും ഇല്ല. അതേപോലെ പിശാചും സാക്ഷി പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, ദൈവഭക്തൻ, ഇവനെ പോലെ ആരും ഇല്ലെന്ന് പിശാചും ദൈവവും ഒരുപോലെ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒന്നൊന്നായി കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. 38-ാം അധ്യായപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇയ്യോബിന്റെ മുമ്പിൽ ചുഴലിക്കാറ്റിലിറങ്ങി. 38-ാം അധ്യായത്തിൽ ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങി. 42-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അപ്പാ, ഞാൻ പണ്ടൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷെ നീ ഇപ്പോൾ അങ്ങെ കണ്ടു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന്
ഞാൻ അനുതപിക്കുന്നു കേട്ടോ. സ്തോത്രം. ദൈവം നോക്കിയിട്ട് ആരിൽ പാപമില്ല? ഇയ്യോബിൽ പാപമില്ല. പിശാച് നോക്കിയിട്ട് ആരിൽ പാപമില്ല? ഇയ്യോബിൽ പാപമില്ല. പക്ഷെ ഇയ്യോബ് ദൈവത്തെ കണ്ടപ്പോൾ ഇയ്യോബിന്റെ കുറവ് വെളിപ്പെട്ടു. ഇയ്യോബ് അതാ പറഞ്ഞേ, യഥാർത്ഥമായി കാണേണ്ട ദൈവത്തെ കാണേണ്ട വണ്ണം നമ്മൾ കണ്ടാൽ വേറെ ഒന്നുമല്ല നമ്മൾ ചോദിക്കുന്നത്. അയ്യോ അപ്പാ, എന്നെ വിട്ട് പോകണമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. കാരണം യേശുവിനെ നേരെ വണ്ണം കാണുന്നത് വേറെ ഒന്നുമല്ല, പാപമേ വെളിപ്പെട്ടു. ഇനി ഒരു തെളിവൂടെ പറഞ്ഞുതരാം. സ്വത്ത് രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയില്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. ചുങ്കക്കാരനും പരീശനും രണ്ടുപേരും ദേവാലയത്തിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പോയി. പരീശൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ 3 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നെല്ലാം പതാരം കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. അപ്പുറത്ത് ചുങ്കക്കാരൻ നോക്കിയിട്ട് ഇവനെ പോലെ അല്ലായികയാൽ ദൈവമേ അങ്ങ് സ്തുതിക്കുന്നു എന്ന് ആര് പ്രാർത്ഥിച്ചു? സ്വത്രം പരീശൻ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ സ്മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. അപ്പനെ നോക്കാനോ ആലയത്തിലോട്ട് കിടക്കാനോ അപ്പാ എന്ന് വിളിക്കാനോ എനിക്ക് യോഗ്യതയില്ലേ. സ്വത്രം. തൻ്റെ അയോഗ്യത താൻ കണ്ടു. ഇവർ രണ്ടുമല്ല ആരാ യേശുവിനെ കണ്ടേ? പള്ളിയിൽ പോയപ്പോ യേശുവിനെ കണ്ട ആരാ? പരീശനാണോ ചുങ്കക്കാരനാണോ? ആരാ കണ്ടേ? ആരാ കണ്ടേ? ചുങ്കക്കാരനാണോ പരീശനാണോ ദൈവത്തെ കണ്ടേ? ചുങ്കക്കാരൻ. പരീശൻ കണ്ടത് തന്നെയാണ് കണ്ടത്. അയാളിലുള്ള അയാളെ കണ്ടു. ഞാൻ അയാളിലുള്ള ദൈവത്തെ അയാൾ കണ്ടു. അയാളിലുള്ള ദൈവമായിരുന്നു, ഞാനായിരുന്നു ദൈവം. അയാളിലുള്ള ദൈവം ഉണ്ടായിരുന്നു. അതാരാ? അയാൾ തന്നെ. അയാളിലുള്ള ദൈവത്തെ അയാൾ കണ്ടു. എന്തോന്ന്? ഞാൻ ഇത് ചെയ്തു, അത് ചെയ്തു, അപ്പുറത്ത് ചെയ്തു, ഞാൻ ഫാൻ വാങ്ങിച്ചു കൊടുത്തു, ഞാൻ ആ ലൈറ്റ് വാങ്ങിക്കൊടുത്ത് ഞാനാണ്, ആ ട്യൂബ് വാങ്ങിക്കൊടുത്ത് ഞാനാണ്, ആ സ്പീക്കർ വാങ്ങിക്കൊടുത്ത് ഞാനാണ്, 10 ബെഞ്ച് അടിച്ചിട്ട് ഞാനാണ്, 5 കസേരട്ട് ഞാനാണ്. കണ്ടോ? അവ ഇട്ടതെല്ലാം അവൻ കണ്ടു. ഞാൻ. ഹല്ലേലൂയ. പക്ഷേ മറ്റേയാളെന്നല്ല. അവൻ പറഞ്ഞു, അപ്പാ, എൻ്റെ അയോഗ്യത, ഞാൻ പാപിയപ്പാ. അവൻ എന്തുകൊണ്ട് അവൻ്റെ പാപം വെളിപ്പെടുന്നു ചോദിച്ചാൽ, പാപമില്ലാത്ത ദൈവത്തെയാണ് അവിടെ ചുങ്കക്കാരൻ കണ്ടത്. പാപം എനിക്കില്ല, ഞാൻ എന്തോ ആണെന്ന് കണ്ടവൻ പള്ളി പോയിട്ട് ആരെ കണ്ടില്ല? നമ്മളിൽ അനേകർ അങ്ങനെയല്ലേ? 80, 60, 40, 35, 65, 70, 20, 40 വർഷങ്ങൾ കൊണ്ട് പള്ളി പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സ്നേഹിത സഹോദര, യേശുവിനെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ കണ്ടിട്ടുണ്ടോ? നീ യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ, പൊങ്ങച്ചം കാണൂല, അഹങ്കാരം കാണൂല, പക കാണുകയില്ല, പിണക്കം കാണുകയില്ല, വിദ്വേഷം കാണുകയില്ല, വെറുപ്പ് കാണുകയില്ല, ഞാനെന്നോ ഭാവം കാണുകയില്ല. യേശുവിനെ കണ്ടവനെ തിരിച്ചറിയാം. അവന്റെ ജീവിതത്തിനകത്ത് ഞാനെന്ന അഹങ്കാരം കാണത്തില്ല. മറ്റൊരാളുടെ വിരൽ ചൂണ്ടി നീ ഇങ്ങനെ അങ്ങനെ പറയാനൊക്കെ തോന്നത്തില്ല. കാരണം യേശുവിനെ യഥാർത്ഥമായി കാണുന്ന വ്യക്തിക്ക് അയാളിലേക്കുള്ള കുറവുകളാണ് ഉണരുന്നത്. മറ്റാരെയും വിരൽ ചൂണ്ടുന്നില്ല. നീ ഭാവി, നീ അത് ചെയ്തില്ലേ, നീ ഇത് ചെയ്തില്ലേ എന്നല്ല യേശുവിനെ കാണുന്ന യഥാർത്ഥ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പാ, എന്നെക്കാൾ അയാൾ എത്രയോ ശ്രേഷ്ഠനാണ്, അയാളെക്കാൾ ഞാൻ എത്രയോ കുറവുള്ളവനാണ്. ഇത് തോന്നണമെങ്കിൽ കാണേണ്ടവനെ കാണേണ്ടതുപോലെ കാണണം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സക്കയുടെ കൂടെ യേശു നടക്കാൻ തുടങ്ങി. സക്ക യേശുവിനെ കണ്ടപ്പോ സക്കയുടെ പാപം മുഴുവൻ വെളിപ്പെട്ടു. ഞാൻ പാപം ചെയ്തു, മറ്റവന്റെ വസ്തു ഞാൻ വെട്ടിപ്പിടിച്ചു, അയ്യോ ഞാൻ കള്ളക്കണക്ക് എഴുതി വെച്ചു, അയ്യോ ഞാൻ വെയിറ്റ് തൂക്കിക്കൊടുത്തപ്പോ കള്ളപ്പടിയിട്ട് വെട്ടിച്ചു, അയ്യോ അയാൾ തന്നിട്ടും ആ പൈസ ഞാൻ കണക്ക് വെട്ടാതെ വീണ്ടും അയാളുടെ നിന്ന് പൈസ വാങ്ങി, അയ്യോ ഞാൻ പറ്റിച്ചു, അയ്യോ ഞാൻ തട്ടിച്ചു, അയ്യോ ഞാൻ വെട്ടിച്ചു. ആരെ കണ്ടപ്പോ യേശുവിനെ കണ്ടപ്പോൾ. എൻ്റെ യേശുവിനെ കാണേണ്ട ഒരാൾ കണ്ടാൽ ഞാൻ പറയാം, കണ്ണ് നിറഞ്ഞൊഴുകും, ഹൃദയം പൊട്ടും, പാപം വെളിപ്പെട്ട് വരും, താഴെ വീഴും, അലറി കരയും. ഹല്ലേലൂയ. അപ്പാ, ഞാൻ ഏതുമല്ല, അപ്പാ എന്നെ വിട്ടു പോകണമേ, എനിക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലേ എന്ന് അലറിക്കരയുന്നത് ആരാ? യേശുവിനെ ഒരാൾ കണ്ടാലേ കരയൂ. ഞാനെന്ന ഭാവം പൊട്ടണോ? യേശുവിനെ കാണണം. കള്ളത്തനം മാറണോ? യേശുവിനെ കാണണം. കപടം മാറണോ? യേശുവിനെ കാണണം. അസൂയ മാറണോ? യേശുവിനെ കാണണം. മദ്യം മാറണോ? യേശുവിനെ കാണണം. പുകവലി മാറണോ? യേശുവിനെ കാണണം. തമ്പാക്ക് മാറണോ?
മാറണോ? യേശുവിനെ കാണാം. നിന്റെ ലോക തോൽവി പാവ സ്വഭാവം കാണണമോ മാറണമോ? യേശുവിനെ നീ കണ്ടാൽ നിന്റെ കുഴപ്പങ്ങളെല്ലാം പൊട്ടും. എത്ര നാളായി നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം അനുഭവിച്ചിട്ട് നീ പകൽ കഷ്ടപ്പെടുന്നുണ്ട്. ഈ സമ്പത്ത് മദ്യ ഷാപ്പുകളിലല്ലേ, ലഹരി കെട്ടുകൾക്കകത്തല്ലേ, നിന്റെ വീട്ടിനകത്തുള്ള നിന്റെ തലമുറകളെ മക്കളെ എന്ന് വിളിച്ചിട്ട് എത്ര നാളായി? നിന്റെ ഭാര്യയെ സ്നേഹത്തോടെ നോക്കിയിട്ട്, നിന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ നോക്കിയിട്ട്, കുടുംബത്തിനകത്ത് അപ്പനമ്മ മക്കളിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, ഒന്ന് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി? ഈ 4 വിരൽ നീളമുള്ള ഈ ആയുസ്സിൽ താങ്കളുടെ യാത്ര എങ്ങോട്ട്? മാറ്റം വരുത്താൻ ഒരാളുടെ പറ്റൂ, യേശു ക്രിസ്തുവിന് മാത്രം. ഹല്ലേലൂയ. ഒരു മൃഗ സ്വഭാവമായിട്ട് ഇരിക്കുന്ന വ്യക്തിയെ, എന്റെ ശബ്ദം കേൾക്കുന്ന മൃഗ സ്വഭാവമുള്ള വ്യക്തിയെ, യേശു നിന്റെ മൃഗ സ്വഭാവത്തെ പഠിക്കാൻ ഈ ദേശത്ത് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ആ കല്ല് പോലുള്ള ഹൃദയത്തെ പൊട്ടിച്ച് മെഴുക പോലെ ഒരുക്കി മാംസളമുള്ള ഒരു പുതിയ ഹൃദയം വെച്ചുപിടിപ്പിച്ച് ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കാൻ ആത്മാവിനെ പകരാൻ അധികാരമുള്ള ഒരുവൻ ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. സക്കായിയുടെ കൂടെ നടന്നപ്പോൾ സക്കായിയുടെ ഹൃദയം പൊട്ടി. സക്കായി അലറിക്കരഞ്ഞു, അപ്പാ ഞാൻ പാവി, ഇന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചേ, ടക്കര വായിച്ചേ. സക്കായി കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വസ്തുവകയിൽ എത്ര കൊടുക്കുന്നു? വചനം കേട്ട എന്ത് വരും? വചനം കേട്ട എന്ത് വരും? പറ. മാനസാന്തരം വരും. യേശു ആകുന്ന വചനം കണ്ടപ്പോ, യേശുവിനെ കണ്ടപ്പോ സക്കായിക്ക് എന്ത് വന്നു? മാനസാന്തരം. എന്തോ മാനസാന്തരം? കഴിഞ്ഞ നാളുകൾ ഞാൻ നടന്ന നടപ്പ് വിട്ട് മൊത്തത്തിൽ തിരിഞ്ഞ് യേശുവിൽ നടക്കുന്നതാണ് മാനസാന്തരം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ നടന്ന എൻ്റെ ഇഷ്ടപ്രകാരമാണ്. എൻ്റെ ഇഷ്ടപ്രകാരം സംസാരിക്കും, എൻ്റെ ഇഷ്ടപ്രകാരം കാണും, എൻ്റെ ഇഷ്ടപ്രകാരം ഇടപെടും. ഞാൻ പിണങ്ങാൻ തോന്നി എനിക്ക് പിണങ്ങും, അടി കൊടുക്കാൻ തോന്നി ഞാൻ അടി കൊടുക്കും, മോശം വാക്ക് പറയാൻ തോന്നിയ മോശം വാക്ക് പറയും, ഉപദ്രവിക്കാൻ തോന്നി ഉപദ്രവിക്കും, എന്തും ചെയ്യും, ഏത് തരികട സ്വഭാവം ചെയ്യും. അതായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടപ്പോൾ ഈ വഴി മൊത്തത്തിൽ തിരിഞ്ഞ്, എങ്ങനെ മൊത്തത്തിൽ തിരിഞ്ഞ് യേശുവിൻ്റെ വഴിയിലോട്ട് നടക്കുന്നതാണ് മാനസാന്തരം. യേശു എങ്ങനെ നടക്കും അതുപോലെ നടക്കുന്നതിൻ്റെ പേരാണ് മാനസാന്തരം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നടന്ന എല്ലാ വഴിയും വിട്ട് യേശു നടക്കുന്ന പാതയിൽ നടക്കുന്ന വ്യക്തിയാണ് മാനസാന്തരപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല മാനസാന്തരം. താൻ പഴയതായിട്ട് ചെയ്ത പാവങ്ങളെല്ലാം വിട്ട് യേശുവിലൂടെ, സത്യത്തിലൂടെ, വചനത്തിലൂടെ, യേശു എന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് മാനസാന്തരപ്പെട്ട വ്യക്തി. അയാളുടെ സംസാരം അതായിരിക്കും, അയാളുടെ നോട്ടം അതായിരിക്കും, അയാളുടെ ചിന്ത അതായിരിക്കും, അയാളുടെ വിചാരങ്ങളെല്ലാം അതായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി താങ്കൾ മാനസാന്തരപ്പെട്ടുവോ? സക്കായി കൂടെ നടന്നു. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ താൻ പറ്റിച്ചതും വെട്ടിച്ചതും പകുതി അങ്ങ് ആർക്ക് കൊടുക്കാന്ന് പറഞ്ഞു? പലിശ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കുന്നതാണ് മാനസാന്തരം. നമ്മൾ വാങ്ങിയ പൈസ പോലും കൊടുക്കില്ല, പിന്നെയാണ് പലിശ. വാങ്ങിയത് മറ സൈഡിൽ കൂടെ അങ്ങ് പോകും, പിന്നെയാണ് പലിശ കൊടുക്കുന്നത്. ദൈവത്തിന് വാങ്ങിയതേ കൊടുക്കൂല, പിന്നെയാണ് പലിശ. പക്ഷെ ഈ മനുഷ്യൻ അങ്ങനെയല്ല. പിന്നെയോ വാങ്ങിയത് മാത്രമല്ല. ഹല്ലേലൂയ. അപ്പോൾ അവർ എരിഞ്ഞ് വാങ്ങിയവരെല്ലാം എന്ത് ചെയ്യും? എരിഞ്ഞ് 24 മണിക്കൂറും അവർക്ക് ഇതിനകത്തൊരു എരിച്ചിലായിരിക്കും. കാരണം അവരും നട്ടലൊടിയുമ്പോഴാണ് 1000, 800, 300, 600, 900 പല കണക്കിനുള്ള ഓരോ ജോലിക്ക് ഓരോ റേറ്റല്ലേ. അവരങ്ങനെ ആയിരിക്കും ആ പൈസ കിട്ടിയത്. അവർക്കും 100 ആവശ്യം കാണും. നമ്മളെപ്പോഴെല്ലാവരും വാങ്ങിയാൽ പിന്നെ തിരിച്ച് ആ ഏരിയ കൂടെ പോവുകയും, അതുകൊണ്ടാണ് നമ്മൾ ആൾക്കാരെ അടുപ്പിക്കുകയും ചെയ്യാത്തത്. മനസ്സിലായോ? വേറൊന്നുമല്ല. ജീവിതത്തിന് സ്വത്രം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ പോയ പഴയ പാത വിട്ട് തിരിഞ്ഞ് എൻ്റെ യേശുവിലൂടെ നടക്കുന്നതാണ് മാനസാന്തരം. അല്ലാത്തതൊന്നും മാനസാന്തരമല്ല. സ്വത്രം. പള്ളി പോയെന്ന് പറഞ്ഞുകൊണ്ട് മാനസാന്തരമായോ? പള്ളി പോകണം, പോയിരിക്കല്ലേ. പള്ളി പോയതുകൊണ്ട് മാനസാന്തരമായില്ല. വേദപുസ്തകം ചേർത്ത് പിടിച്ചു. കഴിഞ്ഞ നാളുകൾ ആ ശാലിനി വേദപുസ്തകം പിടിക്കത്തില്ല, ഇപ്പോൾ വേദപുസ്തകം ചങ്കോട് ചേർത്തേ പിടിക്കൂ എന്ന് പറഞ്ഞ് മാനസാന്തരമായോ? പിന്നെ എൻ്റെ നടപ്പ് വിട്ട് യേശുവിൻ്റെ നടപ്പിലേക്ക് എൻ്റെ കാലെടുത്ത് വെക്കുമ്പോഴാണ് മാനസാന്തരം. ഹല്ലേലൂയ. അതിന് ഞാൻ ആരെ കാണണം? ആദ്യം യേശുവിനെ കാണണം. ഹല്ലേലൂയ. അടുത്ത വരി വായിച്ചേ. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. എത്ര മടങ്ങ് കൊടുക്കുന്നു? ചതിച്ചെടുത്തതിൻ്റെ. നമ്മളാണെങ്കിൽ ചതിച്ചെടുത്തത് പോലും കൊടുക്കൂല. ഇയാൾ എത്ര മടങ്ങ്? 1000 ചതിച്ചിട്ടുണ്ടെങ്കിൽ 4000. 10,000 ചതിച്ചെങ്കിൽ നമ്മൾ 10,000 പോലും കൊടുക്കത്തില്ല.
ചിലപ്പോൾ ചില ആൾക്കാർ പറയും, നീ 10,000 എന്നെ പറ്റിച്ച് 5,000 താടാ. കേട്ടിട്ടില്ലേ നിങ്ങളത്? 500 വെച്ചെങ്കിലും താ, 100 വെച്ചെങ്കിലും താ. കേട്ടിട്ടില്ലേ? നിങ്ങളാരും കേട്ടില്ല, ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ സക്കായി എന്തോന്നാ പറഞ്ഞേ? എടുത്തതിന്റെ എത്ര മടങ്ങ്? 4 മടങ്ങ്. 1000 വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4,000, 10,000 വാങ്ങിയിട്ടുണ്ടെങ്കിൽ 40,000, 4 ലക്ഷം പറ്റിച്ചെങ്കിൽ എത്ര? 4 16 ലക്ഷം തരാൻ ഞാൻ ഒരുക്കം. കണ്ടോ, ഇതാണ് മാനസാന്തരം. പോയതെല്ലാം തിരിച്ചെവിടെ വന്നു? ഇപ്പം ക്രിസ്തുവിൽ വന്നു. അവിടെയാണ് പാപക്ഷമ. ഹല്ലേലൂയ. കാണേണ്ടവന് കാണേണ്ട വണ്ണം കണ്ടാൽ തലമുടി 4 ഇഴ മുതൽ നഖത്തിനകം വരെ ഉരുക്കം വരുമ്പോ നമ്മളുടെ പാവം ഉണരും. പാവം ഉണരുമ്പോൾ ആരോടെങ്കിലും പിണക്കോണ്ടെങ്കിൽ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് മിണ്ടും. യേശുവിനെ കണ്ടവന്റെ ലക്ഷണമാണ്. ദൈവത്തിന് സ്വത്രം. ചതിച്ചെടുത്ത് തിരിച്ചു കൊടുക്കും. യേശുവിനെ കണ്ടവന്റെ ലക്ഷണമാ. കള്ളത്തരം പറഞ്ഞ വിടും. യേശുവിനെ കണ്ടവന്റെ ലക്ഷണമാ. മദ്യം നിർത്തും. യേശുവിനെ കണ്ടവന്റെ ലക്ഷണമാ. അടി കൊടുത്ത സ്വഭാവം നിർത്തും. യേശുവിനെ കണ്ടവന്റെ ലക്ഷണമാ. ഞാൻ ചോദിക്കട്ടെ, ഈ ലക്ഷണം നമുക്കുണ്ടോ? സംസാരത്തിന് മാറ്റം വരും. യേശുവിനെ കണ്ടവന്റെ ലക്ഷണമാ. സ്വത്രം. ദൈവഹിതമല്ലാത്ത ഒരു വാക്കായി വരത്തില്ല. കാരണം യേശുവിനെ കണ്ടവന്റെ വ്യത്യാസമാണ്. സ്വത്രം. യേശുവിനെ കണ്ടവനൊരു വ്യത്യാസം വരും. സക്കായിക്ക് വ്യത്യാസം വന്നു. അതാ മാനസാന്തരം. വായിച്ചേ. യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ. ഇവനും അബ്രഹാമിന്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ആരെ മകനായി? അബ്രഹാമിന്റെ മകൻ. ഇങ്ങനെ പറഞ്ഞു പോയി. ആരൊക്കെ എവിടെ എത്തി? യേശുവും കൂടെ ഒരുപാട് പേരുണ്ട്. പിന്നെ സക്കായിയും കൂടെ ഉണ്ട്. ആരെ വീട്ടിലോട്ടാ പോകുന്നത്? ആരെ വീട്ടിലോട്ടാ പോകുന്നത്? സക്കായിയുടെ വീട്ടിലാണ് പോകുന്നത്. ആരാ പോകുന്നത്? യേശു ഉണ്ട്, വേറെ ആൾക്കാരും ഉണ്ട്. ഇത് പറഞ്ഞ് സക്കായിയുടെ വീട്ടിന്റെ പടിയിൽ ചവിട്ടിയ വീട്ടിനകത്ത് കാല് ചവിട്ടാൻ തൊട്ട് മുമ്പാണ് സക്കായി പറഞ്ഞത്, കർത്താവ് എല്ലാം ഞാനിതാ തിരിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞ് വായെടുക്കുമ്പേ കാലകത്ത് എവിടെ വെച്ചു? വീട്ടിന്റെ അകത്ത് വെച്ച് ചവിട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷ. കണ്ടോ? വീട്ടിന് രക്ഷ വന്ന എപ്പോ? യേശു ചവിട്ടിയപ്പോ, വചനം കേട്ടപ്പോ, യേശുവിനെ കണ്ടപ്പോ അവൻ മാനസാന്തരപ്പെട്ടു. അവന്റെ വീട്ടിൽ രക്ഷ വന്നു. അവന്റെ ജീവിതത്തിനകത്ത് മാറ്റം വന്നു. അവന്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതി. അതാണ് പറഞ്ഞത്. പ്രസംഗം കേൾക്കുമ്പോൾ, വചന പ്രസംഗം കേൾക്കുമ്പോൾ ഒന്ന് എന്ത് വരും? സന്തോഷം വരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് എവിടെ നിർത്തുന്ന ഓർമ്മയുണ്ട്. സ്വത്രം. ഒന്ന്, എന്താണ് സുവിശേഷം? എന്താ സുവിശേഷം? സ്വത്രം. എന്താ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് സുവിശേഷം. സ്വത്രം. എന്തിനാണ് സുവിശേഷം? രക്ഷ. തീത്തോസ് 2:11 എല്ലാവരും രക്ഷിക്കപ്പെടണം. 3 സ്വത്രം. ആരൊക്കെ ഈ വചനം കേൾക്കണം? സങ്കീർത്തനം 49:1 ആരൊക്കെ? സകലരും കേൾക്കണം. അടുത്ത് വീണ്ടും ഈ വചനം കേട്ടാൽ ഒന്നാമത് എന്ത് കിട്ടും? ഒന്നാമത് സ്വത്രം. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ സന്തോഷം ഉണ്ടായി. ഒന്നാമത് എന്ത് കിട്ടും? സന്തോഷം കിട്ടും. രണ്ടാമത് യേശുവിന്റെ പ്രസംഗം കേട്ട എന്ത് കിട്ടും? മാനസാന്തരപ്പെടും. അതാണ് സക്കായിയുടെ മാനസാന്തരം. മൂന്നാമത് യേശു ക്രിസ്തുവിന്റെ വചനം കേട്ടാൽ എന്ത് കിട്ടും? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 35-36 വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 35-36 വാക്യം വായിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ഒരിക്കൽ സ്വത്രം ഷണ്ടൻ തേരിൽ ഇങ്ങനെ യെശയ്യാവിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വത്രം ദൈവം പറഞ്ഞു ഫിലിപ്പോസിനോട്, ഫിലിപ്പോസേ, നീ ആ തേരിനോട് ചേർന്ന് നടക്കാൻ ആത്മാവ് ഫിലിപ്പോസിനെ തൂക്കിയെടുത്ത് തേരിന്റെ അവിടെ കൊണ്ട് നിർത്തി. തേരിന്റെ ചേർന്ന് നടക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ ഷണ്ടൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വേദപുസ്തകത്തിൽ യെശയ്യാവിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവദാസൻ അടുത്ത് ചേർന്ന് എന്ന് ചോദിച്ചു, താങ്കൾ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഷണ്ടൻ പറഞ്ഞു, പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ എനിക്ക് ഗ്രഹിക്കാൻ പറ്റും? ഇത് കേട്ട ഉടനെ ഷണ്ടൻ എവിടെ കയറി? ഷണ്ടന്റെ സ്വത്രം തേരിൽ ആര് കയറി? ഫിലിപ്പോസും കൂടെ തേരിൽ കയറി ഇരുന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിച്ച വചനം
ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ആരെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു? യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചപ്പോൾ അടുത്ത് അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ടൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിനെ എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ടനും ഇരുവരും വെള്ളത്തിലിറങ്ങി. എവിടെ ഇറങ്ങി? വെള്ളത്തിനകത്ത് ഇറങ്ങി. എന്തുകൊണ്ടാണ് ഇറങ്ങിയത്? വചനം കേട്ടപ്പോൾ ഇറങ്ങി. അടുത്ത് അവനെ സ്നാനം കഴിപ്പിച്ചു. അപ്പൊ സുവിശേഷം കേട്ടാൽ സന്തോഷം വരും, മാനസാന്തരം വരും. അടുത്ത ആളെന്ത് ചെയ്യും? സ്നാനപ്പെടും. നിങ്ങൾക്ക് മനസ്സിലായോ? വീണ്ടും സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സുവിശേഷം കേൾക്കുമ്പോൾ എല്ലാവരുടെ മേലും അഭിഷേകം വരും. ഹല്ലേലൂയ. സുവിശേഷം കേൾക്കുമ്പോൾ എന്ത് വരും? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരും. അഭിഷേകം മുഖത്തെ പൊട്ടിക്കും. അഭിഷേകം കണ്ണുകളെ തുറപ്പിക്കും. അഭിഷേകം വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തും. അഭിഷേകം അത്ഭുതങ്ങളെ കൊണ്ടുവരും. അഭിഷേകം അടയാളങ്ങളെ കൊണ്ടുവരും. അഭിഷേകം വീര്യപ്രവൃത്തിയെ കൊണ്ടുവരും. ഇന്ന് രാത്രി അഭിഷേകം ആളിനെ മാറ്റും. സ്തോത്രം. വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോസ്തലരെ പറ്റി 10-ാം അധ്യായം എന്നുള്ള എല്ലാവർക്കും കാണാപ്പാടാണ്. എന്തുകൊണ്ടാണ് അതിലുള്ള പ്രധാന വിഷയം എന്ന് ചോദിച്ചാൽ, കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കൊർന്നല്യോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ കൊർന്നല്യോസിന്റെ മുറിക്കകത്ത് ഇറങ്ങി പ്രാർത്ഥന കേട്ടു. കൊർന്നല്യോസിനോട് ദൂതൻ പറഞ്ഞു, നീ യോപ്പയിലേക്ക് അയച്ച് പത്രോസിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പത്രോസിനെ കൊണ്ടുവന്നു. പത്രോസ് ഇവിടെ വരുമ്പോൾ ഇതാ പത്രോസിന്റെ പ്രസംഗം കേൾക്കുവാൻ ഒരു കൂട്ടം പേർ കൊർന്നല്യോസിന്റെ വീട്ടിനകത്ത് കാത്തിരിക്കുകയാണ്. ഇടയ്ക്കുള്ള എല്ലാം ഞാൻ വിട്ടിട്ടാണ് പറയുന്നത്, പ്രധാനപ്പെട്ട വാക്ക് മാത്രം. അങ്ങനെ പത്രോസ് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വചന പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സകല ജനങ്ങളും ആത്മാവിൽ നിറഞ്ഞു. വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എങ്ങനെ? വചനം കേട്ട് ഇരിക്കുന്ന എല്ലാവരുടെ മേലും എന്ത് വരും? പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്ന് എന്ത് കിട്ടും? ശക്തി ലഭിക്കും. ശക്തി ലഭിച്ച എന്ത് സംഭവിക്കും? അപ്പോസ്തല പ്രവൃത്തി 1:7 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദ്യയിലും യെരൂശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോ നിങ്ങൾ എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. സ്വത്ര സാക്ഷ്യമായി നിൽക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. എൻ്റെ അപ്പൻ്റെ ആത്മാവില്ലാത്തവൻ യേശുവിനുള്ളത് അല്ല, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. അപ്പൊ വചനപ്രസംഗം കേൾക്കുമ്പോൾ എന്ത് കിട്ടും? 1, സന്തോഷം കിട്ടും. 2, സ്വത്രം. വചനം കേൾക്കുമ്പോൾ എന്ത് വരും? രക്ഷ വരും. ആളിന്റെ പേര് എവിടെ വരും? ജീവന്റെ പുസ്തകത്തിൽ. 3, മനസ്സാന്തരം വരും. 4, സ്നാനം വരും. 5, പരിശുദ്ധാത്മാവ് വരും. 6, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 18, 19, 20 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 18 മുതൽ വായിച്ചേ ടക്കനെ. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും വചനം കേട്ടപ്പോ ക്ഷുദ്രപ്രയോഗം ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. നോക്കിക്കേ സ്വത്രം. വചനം കേട്ടപ്പോൾ മന്ത്രവാദം നിർത്തി, ക്ഷുദ്രം നിർത്തി, വിഗ്രഹ സേവ നിർത്തി. വചനം കിട്ടിയപ്പോൾ, വചനം മനസ്സിലാക്കിയപ്പോൾ, സത്യം തിരിച്ചറിഞ്ഞപ്പോൾ വിഗ്രഹത്തെ വലിച്ചെറിഞ്ഞു, വിഗ്രഹ സേവ വലിച്ചെറിഞ്ഞു, ക്ഷുദ്രപ്രയോഗം വലിച്ചെറിഞ്ഞു, മന്ത്രവാദം വലിച്ചെറിഞ്ഞു. ഹല്ലേലൂയ. ഓ സ്വത്രം. സകല പാപ വഴികൾ ഉപേക്ഷിക്കുന്നത് വചനം കേൾക്കുമ്പോഴാണ്. സ്വത്രം. യോഹന്നാൻ 8-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 8:32 വായിക്കുമ്പോൾ സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. തിരുവചനം എന്ന സത്യമാകുന്ന യേശുവിന്റെ വചനം കേൾക്കുമ്പോൾ
കെട്ടുകൾ പൊട്ടി സ്വതന്ത്രരാകും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അല്പസമയം കൂടെ എനിക്കുള്ളൂ, ഞാൻ ടക്കനെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വചനം നിന്റെ ജീവിതത്തിൽ ചലിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. വചനം വന്നാൽ സ്വത്രം കളയേണ്ടതെല്ലാം കളയും. സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ അതിന് 115 അധ്യായം 3-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നീ വചനം കേൾക്കേണ്ടവണ്ണം കേട്ടാൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങൾ സംഭവിക്കും. വായിച്ചേ. ഞങ്ങൾക്കല്ല യഹോവ, ഞങ്ങൾക്കല്ല യഹോവ, ഞങ്ങൾക്കല്ല നിന്റെ ദൈവം വിശ്വസ്തി നിമിത്തം നിന്റെ നാമത്തിൽ എന്നെ മഹത്വം വരുത്തണമേ. അടുത്ത വരി, അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിനെ? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. അടുത്ത മനുഷ്യരുടെ കൈവേല തന്നെ, മനുഷ്യന്റെ കൈവേലയാണ് വിഗ്രഹങ്ങളല്ല. ഇത് നമ്മളെ രക്ഷിക്കുവോ? ഇല്ല. അടുത്ത വരി, വചനം കേൾക്കുമ്പോൾ ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കും. അടുത്ത അവർക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. കണ്ട, വിഗ്രഹങ്ങൾക്ക് വായുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല? സംസാരിക്കുന്നില്ല. വചനം കേൾക്കുമ്പോൾ ആൾ ആരെ ആരാധിക്കണമെന്നും എങ്ങനെ ആരാധിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും മനസ്സിലാക്കുന്നത് വചനത്തിലൂടെയാണ്. അടുത്ത വരി, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. കണ്ണുണ്ടെങ്കിലും കാണാത്തതാണോ ദൈവം? അടുത്ത അവർക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തതാണോ ദൈവം? നമ്മുടെ ദൈവത്തിന് എന്തുണ്ട്? കാണാൻ കണ്ണുണ്ട്, കേൾക്കാൻ ചെവിയുണ്ട്, സംസാരിക്കാൻ വായുണ്ട്. നമ്മൾ കരയുമ്പോൾ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നവനാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. നമ്മുടെ മുറി അടച്ചിരുന്നാലും അടച്ചിട്ട മുറിക്കകത്ത് ഇറങ്ങി വരാൻ കഴിവുള്ളവനാണ് ദൈവം. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു ഏത് മൂലക്കകത്തും ഏത് മുക്കിനകത്തും ഏത് അർദ്ധരാത്രിയും ഏത് പട്ടാപ്പകലും എപ്പോ വേണമെങ്കിലും ഇറങ്ങി വരാൻ കഴിവുള്ളവനാണ്. ദൈവം എന്ന് പറയുന്നത് തീർന്നില്ല. സ്വത്രം എല്ലാ ഭാഷയും ഒരുമിച്ച് ഒരുപോലെ അറിയാന്നുള്ള ആളാണ് ആര്? ദൈവം. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിന് വല്ല അറിയാൻ പറ്റുമോ? ഇല്ല. സകല ജനത്തെയും, ഈ മുഴു ലോകത്തിനുമുള്ള സകല ജനത്തെയും കയ്യിലെടുക്കാൻ കഴിവുള്ളവനാണ് ദൈവം. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. തീർന്നില്ല. ദൈവത്തിന് സ്തോത്രം. സകല രാജ്യങ്ങളിലും ഒരേ സമയത്ത് ഇറങ്ങാൻ കഴിയുന്ന ആളാണ് ആര്? ദൈവം. ഈ വിഗ്രഹം ഉണ്ടാക്കി അതിന് തോളിൽ ചുമക്ക ആള് വേണം. നമ്മളെ ദൈവത്തെ ചുമക്കണ്ട, ദൈവം നമ്മളെ ചുമക്കും. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി? നമ്മളെ ദൈവം ആരെ ചുമക്കും? സ്തോത്രം. എന്നെയും നിങ്ങളെ ചുമക്കും. നമ്മളെ ചുമക്കണ്ട ദൈവത്തെ, പിന്നെ ആര് നമ്മളെ ചുമക്കും? ദൈവത്തിനുള്ള ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞേ. ഇതാണ് സത്യ ദൈവം. കരഞ്ഞ ഇറങ്ങി വന്ന് തുടയ്ക്കും, കണ്ണീര് തുടയ്ക്കും. നമ്മൾ സംസാരിച്ച തിരിച്ചു വാ തുറന്ന് സംസാരിക്കും. ഈ കാണുന്ന ഇപ്പൊ വായിച്ചതിന് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റത്തില്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയത് സംസാരിക്കാൻ പറ്റുമോ? അതിന് ദൈവമെന്ന് വിളിച്ചാൽ അത് പറയും, എന്നെക്കാളും നിനക്ക് കഴിവുണ്ട്, വാ തുറക്കാൻ, സംസാരിക്കാൻ, നടക്കാൻ പറ്റും. നീ എന്നെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ദൈവമെന്ന് പറഞ്ഞാൽ എന്താന്ന് അത് ചോദിച്ചോണ്ടിരിക്കുക. സൂര്യനെ നമസ്കരിച്ച് സൂര്യൻ ചോദിക്കുന്ന, അയ്യോ ഞാൻ എപ്പോ വേണം വീടാ സമയമായിരിക്കാം, നീ എന്നെ നമസ്കരിക്കാതെ എൻ്റെ മുകളിൽ എന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവുണ്ട്. കർത്താവ് ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഇനി കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവുണ്ട്. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ഹല്ലേലൂയ. അത് നമ്മുടെ ചോരിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ അല്ല ദൈവം. ദൈവത്തിന് സ്വന്തം. വായിച്ചെടുത്ത് വരി. മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. മൂക്കുണ്ട്. അപ്പൊ അവിടെ നിന്ന് പറയുകയാണ്, എനിക്ക് നിനക്ക് മണമെങ്കിലും അറിയാം, എനിക്ക് മണം പോലും എത്ര കാലം കൊണ്ട് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക, എത്ര വർഷം കൊണ്ട് പെയിന്റ് അടിച്ച് എനിക്ക് മണം പോലും. പക്ഷെ നിനക്ക് എന്നെക്കാളും മണമെങ്കിലും നീ എങ്ങനെ എന്നോടൊന്ന് പ്രാർത്ഥിക്കുന്നത്? അത് കരഞ്ഞോണ്ടിരിക്കുക മണ്ണ്. സ്വത്രം. വായിച്ചെടുത്ത് വരി. അവർക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. കണ്ട, കൈയുണ്ട്, സ്പർശിക്കുന്നില്ല. പക്ഷെ യേശു ഇപ്പം നമ്മളെ തോളിലിട്ട് കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് കണ്ണീരൊപ്പുന്നവനാണ് യേശു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 20-4-5 ടക്കര വായിച്ചേ. ഇതെല്ലാം വിട്ടു തിരിയണമെങ്കിൽ, ദൈവമല്ലാത്തതിന്റെ മുൻപിൽ നിന്ന് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് വരണമെങ്കിൽ സുവിശേഷം കേൾക്കണം, യേശുവിനെ കാണണം, എന്നാലേ വിട്ടുവരൂ. വായിച്ചേ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. കണ്ടോ, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ വാക്യങ്ങൾ വായിച്ചേ. ആവർത്തന പുസ്തകം. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോറേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ രൂപം ഒന്നും. അപ്പൊ നമ്മളെ കയ്യിലിരിക്കുന്ന യേശുവിന്റെ ഫോട്ടോയോ?
അത് ഇവിടെ പറയുന്ന രൂപമൊന്നും. അപ്പൊ നമ്മൾ കൊണ്ടു കിടക്കുന്ന കർത്താവിനെ കരയിപ്പിക്കുന്ന വിഗ്രഹമല്ലേ ഇത്? കർത്താവിന് ഇഷ്ടമുണ്ടോ? നമ്മൾ ഇതെടുത്ത് ചുമ്മാ കൊടുക്കേ, ആരോ വരച്ച ഒരു പടം, ഉമ്മ ഉമ്മ അപ്പ ഉമ്മ ഉമ്മ. കർത്താവ് പറഞ്ഞ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നു. കണ്ടോ? വായിച്ചേ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ. കണ്ടോ? വചനം കേട്ടോ കെട്ടുപൊട്ടും. യേശുവിനെ കാണേണ്ടും വണ്ണം കണ്ടാൽ കെട്ടുപൊട്ടും. വിടേണ്ടത് വിടും, പൂജയും മന്ത്രവും വിടും. ദൈവഹിതമല്ലാത്ത പാപ സ്വഭാവങ്ങൾ വിടണമെങ്കിൽ യേശുവിനെ കാണണം. ഒരു വ്യക്തി തിരുവചനം കേൾക്കുമ്പോൾ ആളിന് മാനസാന്തരം വരും, പരിശുദ്ധിയെന്ന് ഇറങ്ങും. ഓ സ്വത്രം, പൂജകളും മന്ത്രങ്ങളും വലിച്ചെറിയും. എൻ്റെ അപ്പൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. പാപക്ഷമയ്ക്ക് വേണ്ടി കർത്താവിന്റെ അടുക്കലേക്ക് വരും. 1 യോഹന്നാൻ 1:7 യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കേണ്ട സഹോദര സഹോദരി, ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവരുടെ മുൻപിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ മുൻപിൽ ഒരു വിഗ്രഹത്തെ നെബൂഖദ്നേസർ രാജാവ് നിർത്തി. ഇവർ 3 പേരോടും പറഞ്ഞു, നിങ്ങൾ ഈ വിഗ്രഹത്തെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളെ ഈ തീക്കകത്തിടും. എന്നാൽ 3 ചെറുപ്പക്കാരും പറഞ്ഞു, നെബൂഖദ്നേസറേ, ദാനിയേൽ 3:17 വായിക്കുമ്പോൾ, നെബൂഖദ്നേസറേ, നീ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങൾ രക്ഷിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ വിഗ്രഹത്തെ ഞങ്ങൾ വണങ്ങുകയില്ല, നമസ്കരിക്കുകയില്ല. ഇത് കേട്ട ഉടനെ രാജാവിന് കോപം വന്നു. ഓ സ്വത്രം, ദൈവമക്കൾ സത്യത്തിന് വേണ്ടി നിന്നു. ആമേൻ. രക്തസാക്ഷികളാവാൻ ഒരു ഒരുക്കമാണ്. അവരെന്തൊക്കെ ചെയ്താലും അവർ കർത്താവിൽ നിന്ന് മാറുകയില്ല. എന്നെ കേൾക്കുന്ന എന്റെ സഹോദര സഹോദരി, ഈ രാത്രി കർത്താവ് നിന്നോട് ചോദിക്കുന്നു, നീ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ആ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. നീ കണ്ടിട്ടുണ്ടോ? നിന്റെ കുറവുകൾ ഉണർന്നിട്ടുണ്ടോ? പാപം ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? നിന്റെ പാപം എത്ര കടിച്ചോ പോയാലും അത് ഹിമത്തെ പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള യേശു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ദാനിയേൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ വിളിച്ചു പറഞ്ഞു, നീ നിർത്തിയ വിഗ്രഹത്തെ ഞങ്ങൾ സേവിക്കത്തില്ല. ഇത് കേട്ട ഉടനെ രാജാവിന് കോപം വന്നു. 3 പേരും തൂക്കിയെടുത്ത് എവിടെ ഇട്ടു? എരിയുന്ന തീച്ചുളക്കകത്തിട്ടു. എരിയുന്ന തീച്ചുളക്കകത്ത് 3 പേര് വീണപ്പോൾ അടുത്ത് 4-അവനായി ഒരാൾ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഓ സർവ്വസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധി കർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവരെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഗേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധി കർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, അങ്ങേക്കുള്ളത്. രാജാധിരാജനെ, കർത്താധി കർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഗേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4:12 മറ്റൊരുവനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. എൻ്റെ ശബ്ദം കേട്ട് റോഡിലും കവലകളിലും മറ്റ് ഭവനങ്ങളിലും ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന മാന്യ ശ്രോതാവേ, മറ്റൊരുവനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ.
അത് യേശു എന്ന നാമമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 3 അതിന്റെ 16 വാക്യം വായിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഇന്ന് രാത്രി വഴിയാകുന്ന യേശുവിനെ, സത്യമാകുന്ന യേശുവിനെ, ജീവനാകുന്ന യേശുവിനെ താങ്കൾ സ്വീകരിച്ചിട്ടുണ്ടോ? താങ്കൾ ആ യേശുവിനെ കണ്ടിട്ടുണ്ടോ? പാപം വിട്ടു തിരിഞ്ഞിട്ടുണ്ടോ? ഇന്നും ജീവിതത്തിനകത്ത് അഴുക്ക് ചാലിലൂടെ അല്ലയോ? എവിടെയെങ്കിലും ഒരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ? എത്ര വർഷം കൊണ്ട് ആത്മഹത്യക്ക് നീ ശ്രമിക്കുന്നുണ്ട്. ആത്മഹത്യ പരിഹാരമല്ല, യേശുവാണ് പരിഹാരം. ഏക പരിഹാരം യേശു ക്രിസ്തു. യേശുവിനെ കർത്താവ് രക്ഷകരമായി സ്വീകരിച്ച് യേശുവിനെ അപ്പ എന്ന് വിളിക്കാൻ നിനക്കൊരുക്കമുണ്ടോ? നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിനകത്ത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, യേശു ക്രിസ്തു ഹൃദയത്തിനകത്ത് വസിക്കുക നീ ആഗ്രഹിക്കുന്നുണ്ടോ? യേശുവിനെ ഒന്ന് കാണാ, യേശുവിനെ ഒന്ന് സ്വീകരിക്കുക, യേശുവിൽ ഒന്ന് ജീവിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾക്ക് ആഗ്രഹിക്കുന്നുവോ? 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ദിവസം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, മാനവജാതിയുടെ പാപത്തിന് വേണ്ടി ഇതാ കാൽവരി ക്രൂശിൽ ഗോൽഗൊത്ത, പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗൊത്ത വരെയും വീണും എഴുന്നേറ്റ് വിരൂപമാക്കപ്പെട്ട ശരീരത്തോട് ഇതാ ഗോൽഗൊത്തയോളം സ്വത്രം വച്ച പൈൻ മര ക്രൂശും ചുവന്ന് പോയ എന്റെ നാഥൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളുടെ പാപം ചുമക്കുവാൻ യേശു ക്രൂശിന്മേൽ കയറി കേട്ടോ. ക്രൂശിന്റെ വചനം സ്തോത്രം 1 കൊരിന്ത്യർ 1:18 നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, പക്ഷെ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി, നിന്റെ പാപത്തിന് വേണ്ടി ഈ ലോകത്തിൽ ഞാൻ പറയട്ടെ, പാപത്തെ കഴുകിക്കളയാൻ ഒരു ഡോക്ടർക്ക് കയ്യിൽ മരുന്നില്ല. ഹല്ലേലൂയ. രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകാൻ, ഡോക്ടറെ എനിക്ക് ഇന്ന അസുഖമാണെന്ന് പറയും, അവർ ടെസ്റ്റ് ചെയ്യാൻ പറയും, സ്വത്രം നോക്കുമ്പോൾ ഇന്ന അസുഖമാണ്, അതിന് മരുന്ന് കൊടുക്കും, അവർ പറയുന്ന കണക്കിന് മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറും. എന്നാൽ പാപം മാറാൻ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാനും പറ്റില്ല. ഹല്ലേലൂയ. പുറത്തുള്ള അഴുക്കിനെ സോപ്പ് കൊണ്ട് തേച്ചിളക്കി കളയാ, എന്നാൽ അകത്ത് കിടക്കുന്ന അഴുക്കിനെ കുടുംബത്തിനകത്ത് ഒരു ജീവിതം, ദേശത്തൊരു ജീവിതം, മക്കളുടെ മുമ്പിൽ ഒരു ജീവിതം, ഭർത്താവിന്റെ ഭാര്യയുടെ മുമ്പിൽ മറ്റൊരു ജീവിതം, സഭയ്ക്കകത്ത് മറ്റൊരു ജീവിതം. മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് ഒളിച്ച് പാപം വെക്കാം, ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ നിനക്ക് പാപം ഒളിക്കാൻ പറ്റുമോ? നിന്റെ പാപം മുഴുവൻ എന്റെ കർത്താവിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുമ്പോൾ ഇന്ന് രാത്രി എന്ന ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, അപ്പന്റെ മുൻപിൽ ഒന്ന് മുട്ടുമടക്കാമെങ്കിൽ വീണും എഴുന്നേറ്റും യേശു ക്രിസ്തു കാൽവരി കൊളക്കളം വരെ പോയത് നിനക്ക് വേണ്ടിയാ, നിന്റെ പാപത്തിന് വേണ്ടി ഒരുവൻ മരിച്ചുവെന്ന് സഹോദര താങ്കൾ അറിയുന്നുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് താങ്കളെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. താങ്കളെ സ്നേഹിച്ചത് ഭർത്താവല്ല, ഭാര്യയല്ല, മാതാപിതാക്കളല്ല, മക്കളല്ല. ഈ ലോകത്തിൽ ആർക്കും പാപത്തെ മോചിപ്പിക്കാൻ കഴിയത്തില്ല. പാപത്തെ മോചിപ്പിക്കാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, പാപമില്ലാത്തവൻ. ഞാൻ പ്രസംഗിക്കുന്ന യേശു, ആ യേശുവിന് മാത്രമേ പാപത്തെ മോചിപ്പിക്കാൻ കഴിയുള്ളൂ. ആ പാപത്തെ മോചിപ്പിക്കുവാൻ കഴിവുള്ള യേശു നിനക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ തകർന്ന ആ കാൽവരി കൊലക്കളം ഒന്ന് ചിന്തിരിഞ്ഞു നോക്കിക്കേ. ആമേൻ. വീണ് എഴുന്നേറ്റും പോകുമ്പോൾ യേശുവിന്റെ കണ്ണുകൾ നിന്നെയാ കണ്ടേ. മകനെ, മകളെ, നിനക്ക് വേണ്ടി യേശു മരിച്ചു. ഇന്ന് രാത്രി ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. സ്വത്രം. ലൂക്കോസ് 12:15 മുതൽ 21 വരെ വായിക്കുമ്പോഴും മത്തായി 16:26 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടം ആക്കിയാൽ, നിനക്ക് പേര് നേടി, പ്രശസ്തി നേടി, കഴിവ് നേടി, സമ്പത്ത് നേടി, ലോകത്തിലുള്ള പദവികളെ, സ്ഥാനമാനങ്ങൾ നേടി,
ഒരുപക്ഷെ ലോകത്തിലുള്ള ഉന്നതന്മാർ നിന്റെ ഫോണിലുള്ള ആ കീയിൽ നിന്റെ വിരൽ തുമ്പൊന്ന് അമർത്തിയാൽ ആ നമ്പർ നിനക്ക് ഡയൽ ചെയ്യാമായിരിക്കും, അവരെ വിളിക്കാമായിരിക്കാം, അവരുമായിട്ട് നിനക്ക് കൂടെ നിൽക്കാമായിരിക്കാം. പക്ഷേ നിനക്ക് ഹല്ലേലൂയ ഇവരൊക്കെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു ദിവസമുണ്ട്. ഇന്ന് നീ എവിടെ അകപ്പെട്ടാലും വലിയ നേതാക്കന്മാർ നിന്നെ മറച്ച് പുറത്തെടുക്കുമായിരിക്കും. എന്നാൽ ആർക്ക് രക്ഷിക്കാൻ പറ്റാത്ത ഒരു ദിവസം നിന്റെ മുമ്പിലുണ്ട്. അന്ന് നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മുഴുവനും നേടി, വെട്ടിച്ചും തട്ടിച്ചും പറ്റിച്ചും കബളിപ്പിച്ചും ഹല്ലേലൂയ ഞാനെന്ന ഭാവം കാണിച്ചും മറ്റുള്ളവരെക്കാൾ ഞാൻ എന്തോ ആണെന്ന് നീ എല്ലാം നേടി. പക്ഷേ കർത്താവ് ചോദിക്കുന്നു, മുഴു ലോകവും നീ നേടി, പക്ഷെ നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? ലൂക്കോസ് 12:15 മുതൽ ടക്കനെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. വായിച്ചേക്കാം. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. അടുത്ത് ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന്. നമുക്ക് കോടിയുടെ ആസ്തി ഉണ്ടായിരുന്നില്ല, കർച്ചി പോലും എടുക്കാൻ പറ്റാത്തൊരു ദിവസമുണ്ട്. ആമേൻ. ഇത് പൊയ്ക്കഴിഞ്ഞാൽ നേടിയതൊന്നും എടുക്കപ്പെടുന്നില്ല. നമ്മുടെ മക്കൾക്ക് നമ്മളെ അറിയത്തില്ല, നമ്മളെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മാതാപിതാക്കൾക്കോ നമ്മളെ രക്ഷിക്കാനും കഴിയത്തില്ല. നമ്മളെ പിന്നെ അറിഞ്ഞുകൂടാ, നമ്മളെ വീട്ടിന് അറിഞ്ഞൂടാ, നമ്മളെ പരിസരത്തിന് നമ്മളെ അറിഞ്ഞൂടാ. സകലരും മറക്കും, പിന്നെ ആർക്കും രക്ഷിക്കാനും പറ്റില്ല. ആത്മാവിനെ നഷ്ടമാക്കിയാൽ, ആത്മാവ് നേടാതെ ഈ ലോകത്തിൽ വെട്ടിപ്പിടിച്ച ആൾക്കാരുടെ മുമ്പിൽ പേരിനും പ്രശസ്തിക്കും താങ്കൾ ഓടുമ്പോൾ മുഴു ലോകത്തെക്കാൾ വിലപിടിപ്പുള്ള ആത്മാവിന്റെ രക്ഷയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വായിച്ചെടുത്തവര് ഒരു ഉപമയും അവരോട് പറഞ്ഞു. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യണ്ടോ എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിക്കും, അധികം വലിയ പണിയും എന്റെ വിളവും വസ്തുവകയും എല്ലാം കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട് മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഈ ലോകത്തിൽ നിന്റെ വിരലും ഞൊടിച്ചാൽ അധികാരികളായ ഉന്നതരുടെ സ്വത്രം വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരെ വിളിക്കാമായിരിക്കാം. പക്ഷേ ജീവൻ പോയാൽ നിനക്കവിടെ നൊടിക്കാൻ പറ്റുമോ? രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യേശു വിളിച്ചു ചോദിക്കുകയാണ്. ഈ ലോകത്തിൽ പേര് കിട്ടുമ്പോൾ, നാട്ടുകാരുടെ അടുക്കൽ ഇറങ്ങുമ്പോൾ ഒരു വിലയുണ്ട്, ജോലി ഉണ്ടെങ്കിൽ ഒരു വിലയുണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ സാർ എന്ന് വിളിച്ചൊരു വില. ബാങ്കിൽ പോയാൽ അവർ ചാടി എഴുന്നേൽക്കും, റോഡേരെ കണ്ടാൽ പണക്കാരെ കണ്ട ചാടി എഴുന്നേറ്റ് മുണ്ടൊക്കെ താത്ത് നല്ല ഒക്കെ നിൽക്കും. അത് ഈ ലോകത്തിൽ, ഈ ലോകം അവരെ ആദരിക്കും. പക്ഷെ ദൈവം വിളിക്കുന്ന ഒരു പേരുണ്ട്, മൂഢാ. ലോകം എങ്ങനെ സല്യൂട്ട് അടിച്ചുല്ലേ? ലോകം മിടുക്കനെന്ന് പറഞ്ഞുല്ലേ? പേരും പ്രശസ്തിയും പണവും പദവിയും അറിവും കഴിവും ജ്ഞാനവും പത്രാസും എല്ലാം കിട്ടിയപ്പോൾ ലോകം അയാളെ വിളിച്ചു മിടുക്കൻ, വെരി ഗുഡ്. എന്നാൽ ദൈവം വിളിച്ചു മൂഢാ. നീ എവിടെ പോയാലും നിനക്ക് ആൾക്കാരുടെ മുന്നിൽ പേരുണ്ട്, വിലയുണ്ട്, നിലയുണ്ട്. ഒരു പ്രശ്നം വന്നാൽ നീ ഒന്ന് വിരൽ ഞൊടിച്ചാൽ അവിടെ പലതും നടക്കും. നിന്നെ ആർക്കും കുരുക്കാൻ പറ്റത്തില്ല. പക്ഷെ നിന്നെ നോക്കി ദൈവം വിളിക്കുന്ന ഒരു പേരുണ്ട്, മൂഢാ. ഈ ഭൂമിയിൽ തിരുവനന്തപുരം ജില്ല മൊത്തം ഞാൻ വാങ്ങി എന്നിരിക്കട്ടെ, ദൈവത്തിന് വല്ല സന്തോഷം വരുമോ? ദൈവം ഇതിലാണോ സന്തോഷിക്കുന്നത്? ലോക പ്രശസ്തി എനിക്ക് കിട്ടി, ദൈവം സന്തോഷിക്കുമോ? ദൈവം സന്തോഷിക്കുന്ന എവിടെ അറിയാമോ? ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ, ഒരു ലോക തോൽവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. രാത്രി ഞാൻ പറയട്ടെ, മൂഢാ. ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാ? അടുത്ത വരി വായിച്ചേ. ദൈവ വിഷയമായി സമ്പന്നനാകാതെ, ദൈവ
വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്ന കാര്യം ഇങ്ങനെയാകും. തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, ദൈവ വിഷയമായി സമ്പന്നനാകുവാൻ, എൻ്റെ അപ്പന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ, സത്യം തിരിച്ചറിയുവാൻ, സത്യത്തിന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ, പാവങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ, താങ്കൾ ജനിക്കും മുമ്പേ താങ്കളുടെ പാപത്തിന് വേണ്ടി മരിച്ച ഒരുവനുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ഒരുത്തനും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏക നാമം, അതാണ് സുവിശേഷം, യേശു. ഇന്ന് രാത്രി കോടിക്കണക്കിന് ജനങ്ങൾ രക്തസാക്ഷിയായ മണ്ണാണ്, ലക്ഷക്കണക്കിന് ജനങ്ങൾ രക്തസാക്ഷിയായ മണ്ണാണ് ഈ മണ്ണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതിനെ ഒതുക്കി കളയാൻ, തകർത്ത് കളയാന്ന് പറഞ്ഞാൽ അത് വളരെ ഉള്ളൂ. ഒരുപാട് പേർ ഈ സ്തോത്രം ഈ മുഴു ലോകത്തിൽ നോക്കുമ്പോൾ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു. എത്രയോ പേരായി. എബ്രായർക്ക് ലേഖനം 11 ഒരു അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ രക്തസാക്ഷികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സ്തോത്രം, അപ്പച്ചന്റെ അപ്പനോടുള്ള ഇഷ്ടം കൊണ്ട് ഇതൊക്കെ നടക്കൂ. ഇന്ത്യയിൽ ആദ്യമായി രക്തസാക്ഷിത്വം വഹിച്ച ആരെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, നമുക്ക് എല്ലാവർക്കും അറിയാം, ദേവസഹായം പിള്ള എന്ന ഒരു മനുഷ്യനാണ് ഈ ഇന്ത്യയിൽ യേശുവിനായി രക്തസാക്ഷിത്വം ആയിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. അയാൾ മാർത്താണ്ഡ വർമ്മ രാജാവിന്റെ കാലത്ത് സ്തോത്രം അവിടെ കണക്കെടുത്തായിരുന്നു. ഈ ദേവസഹായം പിള്ള എന്ന മനുഷ്യൻ ഒരു ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വന്ന ഒരു വ്യക്തിയിലൂടെ സ്തോത്രം സുവിശേഷം ഈ ദേവസഹായം പിള്ള ശ്രദ്ധിക്കുകയും ദൈവത്തിന് സ്തോത്രം ആ മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടി. ഇതറിഞ്ഞ സ്തോത്രം രാജാവ് ഇയാളെ വിളിപ്പിച്ചു. രാജാവ് ചോദിച്ചു, സ്തോത്രം, മനുഷ്യ യേശുവിനെ തള്ളിപ്പറ, ഇല്ല നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ തള്ളി പറഞ്ഞാലും എന്നെ തള്ളിപ്പറയാത്ത ഒരുവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ തള്ളി പറഞ്ഞില്ല. ഹല്ലേലൂയ. പ്രശ്നമുണ്ടാക്കി, പ്രതിസന്ധി ഉണ്ടാക്കി, പല കോടതികൾ ഇയാളെ വിസ്തരിച്ചു. എല്ലാ കോടതിയും വിധി എഴുതി. എന്തൊന്ന് വിധി എഴുതി? ഇയാൾ പാവി എന്ന് വിധി എഴുതി. സ്തോത്രം. എന്നാൽ എല്ലാ കോടതിയും വിധി എഴുതി കൊല്ലാൻ വിധിച്ചു. ഈ മനുഷ്യനെ ട്രിവാൻഡ്രത്ത് നിന്ന് സ്തോത്രം എരുമയുടെ പുറത്ത് കയറ്റി എവിടെ നാഗർകോവില് സ്തോത്രം കൊണ്ടുപോവുകയാണ്. അവിടുത്തെ ജയിൽ ചെന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ, ജയിലിലെത്തിയ ശേഷം 3 ദിവസം കഴിയുമ്പോൾ അയാളുടെ സ്തോത്രം ശിക്ഷ, ആ ശിക്ഷ നിവർത്തിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. എരുമയുടെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ സ്തോത്രം ഇത് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് നല്ല രീതിയിൽ ചാടാൻ തുടങ്ങി. ചാടിയപ്പോൾ ഈ പുറത്തിരുന്ന ഈ മനുഷ്യൻ താഴെ വീണു. ഇയാളുടെ ശരീരത്തിൽ കയറ് കെട്ടിയിട്ടുണ്ട്. ഈ കയറോടും കൂടെ ഈ മൃഗം വലിച്ച് ഇഴച്ച് ശരീരം മൊത്തം കീറി അടന്ന് ശരീരം ആസകലം വിരിവുമായി. അപ്പോഴും സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, യേശുവിനെ തള്ളി പറഞ്ഞില്ല. ആ യേശു അപ്പോൾ തന്നെ ഹൃദയത്തിൽ ധ്യാനിച്ച് ശരീരം രക്തപ്പുഴ ഒഴുകുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, ഹല്ലേലൂയ. ഇങ്ങനെ പോകുന്ന വഴിക്ക് ദൈവത്തിന് സ്തോത്രം അലറി ഈ മനുഷ്യൻ കരഞ്ഞിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം തരുമോ എന്ന് അലറി വിളിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പടയാളികൾ ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ താഴെ ഇങ്ങനെ ഇഴയാണ്. ശരീരം മൊത്തം കീറി, തല മുതൽ പാദം വരെ മുറിവേ ഉള്ളൂ, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും അയാളെ വിളിപ്പിക്കുന്നത് യേശുവിനെ മാത്രം. കാരണം അയാൾക്ക് യേശുവിനോടുള്ള രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും, എല്ലാറ്റിനും ജീവൻ என்பர்ക്കാய் തന്നതിനാ. നീ എൻ്റെ സർവവും എല്ലാറ്റിലും തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കിയ ദേവസഹായം പിള്ള
ശരീരത്തിൽ വസ്ത്രം പോലെ ഒരുപക്ഷെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല. എത്രയോ കിലോമീറ്റർ വലിച്ച് ആ മൃഗം ഓടുമ്പോൾ കുഴിയിലും കല്ലിലും വീഴുമ്പോഴും വിശ്വാസം തള്ളിക്കളഞ്ഞില്ല. താൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ഹല്ലേലൂയ, എനിക്ക് ദാഹിക്കുന്നു എന്ന് ആ മനുഷ്യൻ പറയുക. എനിക്ക് ദാഹിക്കുന്നു, ദാഹിച്ചിട്ട് വയ്യ. അങ്ങനെ താഴെ വീണവനെ ആ മൃഗത്തെ പിടിച്ചു നിർത്തിയിട്ട് കയറോടും കൂടെ തൂക്കിയെടുത്ത് ഇങ്ങനെ ഒരു പാറയുടെ ചാരി നിർത്തി. ഒരു പാറ റോഡിന്റെ സൈഡിൽ പാറ ഉണ്ടായിരുന്നു. എന്നിട്ട് റോഡിന്റെ സൈഡിലൂടെ ഒഴുകി വരുന്ന വെള്ളം അതിലുള്ള ഒരു പടയാളി കോരിയെടുത്ത് വായോടടുപ്പിച്ചു. സ്വത്രം യേശുവിന് കപ്പക്കാടി കൊടുത്തതുപോലെ വായോടടുപ്പിച്ചപ്പോൾ ഈ മനുഷ്യൻ രണ്ട് കൈ ഇങ്ങനെ കെട്ടുണ്ട് പാറയിൽ ഇങ്ങനെ ചാണ്ടി നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല, കുടിച്ചില്ല. ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും ഈ പാറയിലോട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പാ യേശുവേ, ഞാൻ അങ്ങേക്ക് വേണ്ടിയാണല്ലോ ഇത് സഹിക്കുന്നത്. രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ഈ പാറയിൽ ഇടിക്കുകയും ഈ പാറ രണ്ടായി പിളർന്നു. രണ്ടായി പിളർന്ന പാറയ്ക്കകത്തൂടെ വെള്ളം നിറയെ വെള്ളം ചാടി. ആ വെള്ളത്തിൽ നിന്ന് മറ്റൊരു കോരി കൊടുത്തു. ആ വെള്ളം ഇന്നും നിലച്ചിട്ടില്ല. അത് ഇന്നും അവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോഴും ഇന്നും ആ വെള്ളച്ചാട്ടം നിന്നിട്ടില്ല. ഓ, ദൈവം തന്നെ ഭക്തന് വേണ്ടി പാറയ്ക്കകത്ത് വെള്ളം ഒരുക്കി വെച്ചിരുന്നു. ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടുവരുമ്പോഴും പാറയ്ക്കകത്ത് വെള്ളം വെച്ചിരുന്നു. ഇവിടെയും ഈ ദൈവഭക്തൻ അതിൽ വെള്ളം കുടിച്ച് വീണ്ടും ഇയാളെ വലിച്ചു നിലക്കി കൊണ്ടുപോവുകയാണ്. നാഗർകോവിൽ കൊണ്ടുപോയി. സ്തോത്രം. ശിക്ഷ നടപ്പാക്കാൻ സമയമാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കുറെ കാര്യങ്ങളെ ഇയാളെ ചെയ്യണം. രണ്ട് കാലിൻ്റെ അടിവശത്ത് വെള്ള ഭാഗത്ത് കൊടുത്ത് കാലിനെ കീറണം. എന്നിട്ട് അങ്ങനെ രണ്ട് കാലിൻ്റെ അടിയിൽ ഭാഗവും കീറി, ശരീരം മൊത്തം കീറിയിരിക്കുന്നു. അതിൻ്റെ കൊടുത്ത് ഇതും കീറിയിട്ട് ചുണ്ണാമ്പിനകത്ത് കൊണ്ട് കാലും ശരീരവും മൊത്തം നീറി സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ വീണ്ടും എടുത്ത് പുറത്തങ്ങിടും. സ്തോത്രം. പുറത്തിട്ട് ശിക്ഷ നടപ്പാക്കാൻ നേരമായി. ഇതെല്ലാം ശിക്ഷയും അവർ ചെയ്തിട്ടേ നടപ്പാക്കുള്ളൂ. അന്നത്തെ ശിക്ഷ തോക്കുകൊണ്ട് വെടിവെച്ച് വേണം കൊല്ലാൻ. തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലണം. അങ്ങനെ സ്തോത്രം മുട്ടുമടക്കാൻ അതിനു മുമ്പേ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുട്ടുമടക്കി ശരീരം ആസകലം കീറി പിളർന്നിരിക്കുകയാണ്. മുട്ടുമടക്കി ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിച്ചു. സ്തോത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പറഞ്ഞു, വെടിവെക്കാൻ പറഞ്ഞു. താൻ തോക്കെടുത്തു. വെടിവെക്കുമ്പോൾ വെടിവെക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ട് തോക്ക് ചലിക്കുന്നില്ല. വെടിയുണ്ട പുറത്തു വരുന്നില്ല. ഈ മനുഷ്യൻ മുട്ടുമടക്കി ഇരിക്കുകയാണ്. അയാൾ ചിരിച്ചു പറഞ്ഞു, സാർ, ആ തോക്കിന് തന്നാൽ മതി. ആ മനുഷ്യൻ തോക്ക് ഈ ദൈവ മനുഷ്യന്റെ കൈ കൊടുത്തു. തോക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ മരിക്കാൻ സമയമായി. എൻ്റെ ആത്മാവിനെ തൃക്കൈലിതാ ഏൽപ്പിക്കുകയാണ്. ഈ ഗണ്ണിനി ആ മനുഷ്യൻ വെടിവെക്കുമ്പോൾ അതേ വെടിയുണ്ട എൻ്റെ മേൽ ചീർപ്പാഞ്ഞ് ഞാൻ മരിക്കട്ടെ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിൽ ഇതാ തരുന്നു. പ്രാർത്ഥിച്ച് തോക്ക് ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. അത് വാങ്ങി വെടിവെച്ചു. വെടിയേറ്റ് മരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ജഡം വലിയൊരു മലയിൽ കൊണ്ടുപോയി വലിച്ച് ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കർത്താവ് തള്ളി പറഞ്ഞോ, No turning back, no turning back. I had decided to follow Jesus. I had decided to follow Jesus. I had decided to follow Jesus. No turning back, no turning back, no turning back, no turning back. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ
യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. എന്റെ ശബ്ദം കേൾക്കുന്ന മാനസോദായ, എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൈവമക്കൾ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് രക്തസാക്ഷികളായി ഈ മണ്ണിൽ തീർത്ത് കളയാ, ഒതുക്കി കളയാന്ന് പറഞ്ഞാൽ ഒതുങ്ങുന്ന നാമമല്ല യേശുവിൻ്റെ നാമം, ഒതുങ്ങുന്നതല്ല ഈ സുവിശേഷം. ഏത് കൊലയാളിയെയും നീതിമാനാക്കുന്ന, ഏത് പാപിയെയും രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നീതിമാനെന്ന് പേരെഴുതി ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുന്ന ഒരു നാമമാണ് ഈ നാമം. ഈ നാമത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാമോ? യേശുവിന്റെ അടുക്കൽ വരാമോ? നമ്മുടെ ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഈ ശബ്ദപരിധിക്കുള്ളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഗ്രൗണ്ടിൽ മാന്യ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, പ്രിയ മക്കളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട്. ആ ഹൃദയങ്ങളെ ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാമോ? അപ്പാ, ഇനിയുള്ള ജീവിതം എനിക്ക് അങ്ങേക്കായി ജീവിക്കണം. സത്യവചനപ്രകാരം ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ആളായിട്ടല്ല, ലോകം എന്ത് പറയുന്നല്ല. ലോകം ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ദൈവം മൂഢ എന്ന് പറയും. ഇത്ര വലിയ രക്ഷയെ ഞാൻ ഗണ്യമാക്കാതെ പോയ തെറ്റി ഒഴിയാൻ പറ്റത്തില്ല. ഇതാ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ആ രക്തം കൊണ്ട് കഴുകണമെന്ന് പ്രാർത്ഥിക്കുവാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന ദൂരത്തും ചാരത്തും ഈ ഗ്രൗണ്ടിലിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങൾ തരുന്നപ്പാ. ആ രക്തം കൊണ്ട് കഴുകി എല്ലാവരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിനകത്ത് വരട്ടപ്പാ. സ്വർഗം അങ്ങനെ തന്നെ ചെയ്യുന്നതിനായ സ്തോത്രം. വചനം യേശു സംസാരിച്ചിരിക്കുക സ്തോത്രം. പ്രാർത്ഥന ഇരിക്കുക സ്തോത്രം. ആ രക്തം കൊണ്ട് കഴുകിയിരിക്കുക സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.